നമസ്കാരം. കാദംബരി എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന ശ്രീമതി ശില്പ രചിച്ച ജാനകി എന്ന നോവലിന്റെ പ്രകാശന ചടങ്ങിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. അധ്യക്ഷപദം അലങ്കരിക്കുന്ന അഡ്വക്കേറ്റ് കെ സമദ്, പുസ്തകം പ്രകാശനം ചെയ്യുന്ന മലയാള പഠന ഗവേഷണ കേന്ദ്രം ഡയറക്ടർ ഡോക്ടർ ജോയ് പോൾ കെ, പുസ്തകം പരിചയപ്പെടുത്തുന്നതിനായി എത്തിച്ചേർന്ന ബുക്ക് ജിൻ പബ്ലിക്കേഷൻസിലെ ശ്രീ ജിനു, പുസ്തകം ഏറ്റുവാങ്ങുന്ന നോവലിസ്റ്റിന്റെ ഭർത്താവായ ശ്രീ ഷിബു രാജൻ, ആശംസകൾ അർപ്പിക്കാനെത്തിയ അവരുടെ അസാന്നിധ്യത്തിൽ CBSE മാസ്റ്റർ ട്രെയിനറും CSM സെൻട്രൽ സ്കൂൾ പ്രിൻസിപ്പളും തൃശൂർ സഹോദയ ചീഫ് പാട്രനുമായ ഡോക്ടർ M ദിനേശ് ബാബു, CSM സെൻട്രൽ സ്കൂൾ മാനേജർ PK ഹൈദരാലി, CSM സെൻട്രൽ സ്കൂൾ സെക്രട്ടറിയും മികച്ച പൊതുപ്രവർത്തകനുമായ ശ്രീ CM നൌഷാദ്, ഇൻഫർമേഷൻ ഡെവലപ്മെന്റ് മാനേജർ അഡ്വക്കേറ്റ് മനു TS തുടങ്ങിയ മഹത് വ്യക്തിത്വങ്ങളെ സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ഇന്നിവിടെ ഒത്തുചേരാൻ വഴിയൊരുക്കിയ ഇന്ന് പ്രകാശനം ചെയ്യപ്പെടുന്ന ജാനകി എന്ന നോവൽ രചിച്ച എഴുത്തുകാരിയും എൻ്റെ പ്രിയ സുഹൃത്തുമായ കാദംബരിയെയും പുസ്തക പ്രകാശന ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിച്ചേർന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഈ പുസ്തക പ്രകാശന ചടങ്ങിന്റെ തുടർ പരിപാടികൾക്കായി ബഹുമാനപ്പെട്ട അധ്യക്ഷൻ കെ സമദിന് ഞാൻ ഈ മൈക്ക് കൈമാറട്ടെ. നന്ദി. അധ്യക്ഷൻ എന്നുള്ളവർക്ക് വർത്തമാനമൊക്കെ പുസ്തക പ്രകാശനത്തിനും അതിൻ്റെ പരിചയപ്പെടുത്തലിന് ശേഷമൊക്കെ ആകാം. ഈ പുസ്തകം പ്രകാശനം ചെയ്യുന്നത് നമ്മുടെ എഴുത്തുകാരിയുടെ അധ്യാപകൻ കൂടിയായിട്ടുള്ള ജോയ് പോൾ മാഷാണ്. ഒരു പുസ്തകം തൻ്റെ അധ്യാപകൻ്റെ കൈകൊണ്ട് പ്രകാശനം ചെയ്യപ്പെടുക എന്ന് പറയുന്നത് ഗുരുത്വവും ധന്യവുമായ ഒരു മുഹൂർത്തമാണ്. അതുകൊണ്ട് ആ ഒരു ഭാഗ്യം കൂടി നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ശില്പയ്ക്ക് ലഭ്യമായി എന്നുള്ളതും ഈ ചടങ്ങിൻ്റെ മനോഹാരിത വർദ്ധിപ്പിക്കുന്നതാണ്. പുസ്തകം പ്രകാശനത്തിൻ്റെ ചടങ്ങിന് മുമ്പ് അതിൻ്റെ ഉദ്ഘാടന പ്രസംഗം നടത്തുന്നതിന് വേണ്ടി പ്രിയപ്പെട്ട സാറിനെ ഏറെ ആദരപൂർവ്വം ബഹുമാനപൂർവ്വം ക്ഷണിക്കുക. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഗ്രന്ഥകാരിയുടെ സുഹൃത്ത് കാദംബരി എന്നാണ് പരിചയപ്പെടുത്തിയത്. കാദംബരി വളരെ പ്രസിദ്ധമായ പഴയൊരു ഗ്രന്ഥമാണ്. അതിൻ്റെ പിന്നിൽ ഉള്ള ശില്പ എന്ന് പറയുന്ന ആ വ്യക്തിയാണ് എനിക്ക് പരിചയം. 8 വർഷങ്ങൾക്ക് മുമ്പ്, അത് 19-ലാണെന്ന് പറയുന്നു, 19-ലാണ് മലയാള പഠന ഗവേഷണ കേന്ദ്രത്തിൽ വിദ്യാർത്ഥിയായിരുന്ന കാലത്താണ്, MA വിദ്യാർത്ഥിയായിരുന്ന കാലത്താണ് അവരെ പരിചയം. വളരെ വർഷങ്ങൾക്ക് ശേഷവും എന്നെ ഓർത്ത് ഇങ്ങനൊരു കാര്യത്തിന് വിളിക്കുക എന്ന് പറയുന്നത് അത് ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ്. പുസ്തകം പരിചയപ്പെടുത്തൽ എൻ്റെ ഒരു പ്രവൃത്തിയല്ല, പണിയല്ല. എങ്കിലും പുസ്തകത്തെക്കുറിച്ച് ഞാനത് വായിച്ചു എന്നുള്ളത് കൊണ്ട് 1-2 കാര്യങ്ങൾ പറയാൻ ആലോചിക്കുന്നു. കൂടുതൽ കാര്യങ്ങൾ ഇതിൻ്റെ പ്രസാധകനായിട്ടുള്ള ഷിബു നിങ്ങളോട് പറയും. ഇത് സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിൽ പ്രചരിക്കുന്ന ഫെമിനിസ്റ്റ് കൃതി എന്നുള്ള നിലയിലല്ല ഇത് മുന്നോട്ട് വരുന്നത്. ഈ കൃതി
ഫെമിനിസം പലപ്പോഴും വികലമായിട്ട് പ്രയോഗിക്കപ്പെടുന്ന ഒരു കാലമാണ് നമ്മുടേത്. സത്യത്തിൽ ഫെമിനിസം അല്ലെങ്കിൽ സ്ത്രീവാദം എന്നുള്ള സങ്കല്പം ഉടലെടുക്കുന്നത് മാർക്സിയൻ സങ്കല്പമായിട്ട് ബന്ധപ്പെട്ടാണ്. കാർൽ മാർക്സ് ഈ ലോകത്തിൽ ജീവിച്ചിരിക്കുന്ന മനുഷ്യരെ 2 തട്ടുകളിലായിട്ട് തിരിച്ചു. ഒന്ന് ചൂഷണം ചെയ്യുന്നവർ, മറ്റൊന്ന് ചൂഷണം ചെയ്യപ്പെടുന്നവർ. അതിന് അദ്ദേഹം പ്രൊലിറ്റേറിയൻ, ബൂർഷ്വാസി എന്നുള്ള പേര് കൊടുത്തു. ഇത് ഒരുതരം ബൈനറി ഓപ്പോസിറ്റ്സിൻ്റെ കാര്യമാണ്. ബൈനറി ഓപ്പോസിറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ മറ്റൊന്നിന് നിലനിൽപ്പില്ല എന്നുള്ളതാണ്. തൊഴിലാളികളില്ലെങ്കിൽ മുതലാളി എന്ന് പറയുന്നൊരു സ്വത്തില്ല. മുതലാളി നമുക്ക് നിർബന്ധമില്ലെങ്കിലും ആ കാലത്ത് മുതലാളി സങ്കല്പം ഉണ്ടായിരുന്നു. ഈ ദ്വന്ദ്ങ്ങളുടെ ഒരു കേളി എന്ന് പറയുന്ന സങ്കല്പം, പരസ്പര പൂരകവും പരസ്പര വിരുദ്ധവുമായ ദ്വന്ദ്ത്തിലൊന്നിനെ അപ്രധാനമാക്കുന്ന ഒരു സംഗതി നമ്മുടെ സമൂഹത്തിലുടനീളം നിലനിൽക്കുന്നുണ്ട്. ദൈവമാണോ സാത്താനാണോ നല്ലത് എന്നുള്ള ചോദ്യം ചോദിച്ചാൽ നമ്മൾ വളരെ കൃത്യമായിട്ട് പറയും ദൈവമാണെന്ന്. പക്ഷേ സിജെ തോമസ് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ സാത്താൻ എന്ന് പറയുന്ന ഒരു ലേഖനം എഴുതിയിട്ടുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നത് ദൈവത്തിൻ്റെ വിജയം സുനിശ്ചിതമാണ്. അങ്ങനെ വിജയം സുനിശ്ചിതമായ ഒരാൾക്ക് പോരാടാനുള്ള പ്രസക്തി തന്നെ ഇല്ല എന്നുള്ളതാണ്. പക്ഷേ സാത്താൻ അങ്ങനെയല്ല. താൻ പരാജയപ്പെടുന്ന ഉറപ്പുണ്ടായിട്ടും നിരന്തരമായിട്ട് ദൈവവുമായിട്ട് പോരാടി നിൽക്കുന്ന ആ അക്ഷീണമായ മനസ്സിനെയാണ് അദ്ദേഹം പ്രകീർത്തിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ദൈവത്തെക്കാൾ നല്ലത് സാത്താനാണെന്നാണ് ശ്രീജയുടെ വാദം. നമ്മൾ നല്ലത് ചീത്ത എന്നൊക്കെ പറയാറുണ്ട്. ഈ നല്ലത് എന്ന് ചീത്ത എന്ന് പറയുന്നതിൻ്റെ മാനദണ്ഡം എന്താണ്? പ്രത്യേകിച്ച് നമ്മുടെ വീക്ഷണകോണ് തന്നെയാണ്. ഒരു ചെറിയ തെറ്റ് അല്ലെങ്കിൽ പോരായ്മ ചീത്തയിൽ നിന്ന് എടുത്തു മാറ്റിയാൽ ബാക്കി വരുന്നത് നല്ലതായിരിക്കും. പാലിൽ വീണ ഒരു ഉറുമ്പിനെ എടുത്തു മാറ്റുന്നതാകും. ആരും കാണാതെ എടുത്തു മാറ്റി കഴിഞ്ഞാൽ അത് നല്ല പാലായി മാറി എന്നുള്ളതാണ്. When an error taken away from evil, that becomes good എന്ന് എഴുതിയത് നീഷയാണ്. നീഷ എന്ന് പറയുന്ന എഴുത്തുകാരനാണ്. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും ഈ ഫെമിനിസം എന്നുള്ള സങ്കല്പം ഉണ്ടാകുന്നത് പുരുഷൻ സ്ത്രീ എന്ന് പറയുന്ന പരസ്പര പൂരകവും വിരുദ്ധവുമായ ദ്വന്ദ്വത്തിൻ്റെ കേളിയുടെ പ്രവർത്തന ഫലമായിട്ടുണ്ടാകുന്ന ഒരു കാര്യമാണ്. നമുക്കറിയാം, പുരുഷനെ സംബന്ധിച്ചിടത്തോളം സമൂഹത്തിൽ വലിയ മേൽക്കൈ ഉണ്ട് എന്നുള്ളതാണ്. കായികമായിട്ടാണെങ്കിലും ആദ്യകാലത്ത് ഇപ്പോ ബൗദ്ധികമായിട്ട് സ്ത്രീ മുന്നോട്ട് വന്നിട്ടുണ്ട്. പക്ഷെ പഴയകാലത്ത് അങ്ങനെയല്ല. പ്രത്യേകിച്ച് സമാധാനമൊക്കെ അറിയാം, മുസ്ലിം ഏരിയയിലൊക്കെ പഠിക്കാൻ പോലും പെൺകുട്ടികളെ വിടാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു. നമ്മുടെ നാട്ടിലും അങ്ങനെ ഉണ്ടായിരുന്നു ഒരു കാലത്ത്. MP ഭട്ടതിരിപ്പാടിന്റെ, പ്രേംജി എന്നറിയപ്പെടുന്ന MP ഭട്ടതിരിപ്പാടിന്റെ ഋതുമതി എന്ന് പറയുന്നൊരു നാടകമുണ്ട്. ആ നാടകത്തിൽ ദേവകി എന്ന് പറയുന്ന പെൺകുട്ടിയെ ഋതുമതി ആയതിനു ശേഷം പഠിക്കാൻ വിടില്ല എന്ന് നിർബന്ധിച്ചതിന്റെ ഫലമായിട്ട് അവൾക്ക് ഇരുണ്ട അറയ്ക്കുള്ളിൽ കഴിയേണ്ടി വന്നു. കാമുകനായിട്ടുള്ള വാസുദേവൻ അവളോട് പറയുന്നുണ്ട്. ഒരിക്കൽ ദേവകി പറഞ്ഞു, എനിക്ക് ഇവിടുന്ന് രക്ഷപ്പെടണം, എന്നെ നിങ്ങൾ രക്ഷപ്പെടുത്തണം. അദ്ദേഹം പറഞ്ഞ വളരെ പ്രസിദ്ധമായൊരു കാര്യമുണ്ട്. ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു തത്ത കൂട്ടിൽ നിന്ന് രക്ഷപ്പെടേണ്ടത് കൂടിൻ്റെ അഴികൾ തകർത്തുകൊണ്ടാണ്, സ്വന്തം തൂവൽ ചിറകുകൊണ്ട്. സ്വന്തം കൂട് തകർത്തുകൊണ്ട് മുന്നോട്ട് വരണം. അങ്ങനെയാണ് വിമോചനം സാധ്യമുള്ളൂ. അത്തരം ഒരു വിമോചനം വേണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് സമൂഹത്തിൽ ഉണ്ടായിട്ടുള്ള പ്രസ്ഥാനമാണ് ഫെമിനിസം. പക്ഷെ നമുക്കറിയാം, പല രംഗത്തും എന്താണ് ഇതെന്നറിയാത്ത കുറെ ആൾരൂപങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഉദാഹരണ സഹിതം ഞാൻ സംസാരിക്കുന്നില്ല, കാരണം അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. പക്ഷെ ഈ നോവലിൽ അങ്ങനെയല്ല. ഈ നോവലിൽ സ്വന്തം സ്വത്വം സാധിക്കാൻ വേണ്ടി തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെ തള്ളിപ്പറയാതെ, സ്വന്തം ഭർത്താവിനെ പോലും തള്ളിപ്പറയാതെ അദ്ദേഹത്തെ കൂടി ഉൾക്കൊള്ളാനുള്ള വലിയൊരു മനസ്സ് ഈ കൃതിയിലെ നായിക ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്.
ഞാൻ നേരത്തെ പറഞ്ഞു, ആർക്കും ഒരാളെ ഒഴിവാക്കിക്കൊണ്ട് ദ്വന്ദ്വത്തിന് നിലനിൽപ്പില്ല. പരസ്പര പൂരകവും പരസ്പര വിരുദ്ധവുമായ ദ്വന്ദ്ങ്ങളിൽ ഒന്നിനെ ഇകഴ്ത്തിക്കൊണ്ട് അല്ലെങ്കിൽ ഒന്നിനെ അപ്രസക്തമാക്കിക്കൊണ്ട് മറ്റൊന്നിനെ നിലനിൽപ്പില്ല. അതുകൊണ്ട് സ്ത്രീ നിൽക്കുന്നുണ്ടെങ്കിൽ മാത്രമേ പുരുഷനുള്ളൂ, പുരുഷനുണ്ടെങ്കിൽ മാത്രമേ സ്ത്രീയുള്ളൂ എന്നുള്ള മഹത്തായൊരു സങ്കല്പം, മഹത്തായൊരു ദർശനം അതിമനോഹരമായിട്ട് ഈ നോവലിൽ അനുവർത്തിച്ചിട്ടുണ്ട്. ഒരു വലിയ മഹത്തരമായ നോവലൊന്നും ഞാൻ പറയില്ല, പക്ഷെ അവരുടെ ആദ്യത്തെ വർക്കാണ്. അതുകൊണ്ട് അതിനെപ്പറ്റി പറയാൻ സന്തോഷമുണ്ട്. മാത്രമല്ല, എൻ്റെ ഒരു വിദ്യാർത്ഥി കൂടി എഴുത്തുകാരിയായിരിക്കുന്നു എന്ന് പറയുന്ന കാര്യത്തിൽ തീർച്ചയായിട്ടും സന്തോഷമുണ്ട്. ആ സന്തോഷം പറഞ്ഞറിയിക്കാൻ വയ്യ. അതുകൊണ്ട് എന്തും എത്തിയിരിക്കുമെന്ന് അവരോട് പറഞ്ഞു, ശില്പോട് പറഞ്ഞു. അങ്ങനെയാണ് ഇന്നത്തെ സദസ്സിലേക്ക് എത്തുന്നത്. എന്തായാലും ഇങ്ങനെ ഒരു പുസ്തകം ഇവിടെ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കാനായിട്ട് ശില്പ കാണിച്ച ചങ്കുറ്റുണ്ട്, തൻ്റെ ഇടമുണ്ട്. ആ തൻ്റെ ഇടത്തെ വിലമതിച്ചുകൊണ്ട് ഈ കൃതി പ്രകാശനം ചെയ്യാനായിട്ട് ഞാൻ തയ്യാറായിട്ട് മുന്നോട്ട് വരികയാണ്. അത് പ്രകാശനം ചെയ്യും എന്ന് ഉറപ്പിക്കുന്നു. നമ്മുടെ പ്രകാശന ചടങ്ങാണ്. പുസ്തകം ഏറ്റുവാങ്ങുന്നത് നമ്മുടെ നോവലിസ്റ്റിന്റെ ഭർത്താവ് കൂടിയായിട്ടുള്ള ഷിബു രാജനാണ്. പുസ്തകം പ്രകാശനം ചെയ്യുന്നതിന് വേണ്ടി മാഷിനെയും അത് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ശ്രീ ഷിബുവിനെയും സ്നേഹപൂർവ്വം ക്ഷണിക്കും. ഈ പുസ്തകത്തെ പരിചയപ്പെടുത്തിക്കൊണ്ട് ഈ പുസ്തകം പ്രസിദ്ധീകരിച്ച ബുക്ജിൻ പബ്ലിക്കേഷന്റെ ശ്രീ ജിനു വർത്തമാനം പറയും. അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കും. വേദിയിലും സദസ്സിലുമായിരിക്കുന്ന ബഹുമാന്യരെ, ഈ യോഗത്തിന് സ്വാഗതം ആശംസിച്ച നിമ്മി ടീച്ചർ, ചടങ്ങിന് ആധ്യക്ഷം വഹിക്കുന്ന അഡ്വക്കേറ്റ് കെ സമദ്, പുസ്തക പ്രകാശനം നടത്തിയ ആദരണീയനായ ജോയ് പോൾ മാഷ്, പുസ്തകം ഏറ്റുവാങ്ങിയ പ്രിയപ്പെട്ട ശ്രീ ഷിബുരാജൻ, ആശംസ അറിയിക്കാൻ വേണ്ടി ഇവിടെ സന്നിഹിതനാവാൻ അറിയിച്ചിട്ടുള്ള CSM സെൻട്രൽ സ്കൂളിൻ്റെ പ്രിൻസിപ്പൽ ഡോക്ടർ M ദിനേഷ് ബാബു, സെക്രട്ടറി നൗഷാദ് CM, ഇന്നത്തെ താരമായിട്ടുള്ള നമ്മളുടെയൊക്കെ ശ്രദ്ധാകേന്ദ്രമായിട്ടുള്ള പ്രിയപ്പെട്ട എഴുത്തുകാരി കാദംബരി. വലിയ ആഹ്ലാദമുണ്ട് നമ്മളെ പബ്ലിക്കേഷനെ സംബന്ധിച്ച്. മാഷ് പുസ്തകം പ്രകാശനം ചെയ്തുകൊണ്ട് സൂചിപ്പിച്ചത് ഇതൊരു വലിയ കനപ്പെട്ട, ഗൗരവപ്പെട്ട, അത്രമേൽ ആഴത്തിൽ സാഹിത്യത്തെക്കുറിച്ച് ധാരണയുള്ളവർക്ക് ഇതിൻ്റെ ഓരോ പദങ്ങൾക്കിടയിലും സങ്കീർണമായ അർത്ഥതലങ്ങളൊന്നും കിടക്കുന്ന നോവലൊന്നുമല്ല. പബ്ലിഷർ എന്ന നിലയിൽ എനിക്ക് 100% ഉറപ്പ് നൽകാൻ കഴിയുന്ന ഒരു സംഗതി, നിങ്ങൾ ഇത് വായിച്ചു തുടങ്ങിയാൽ ഇത് പൂർണ്ണമാകാതെ പുസ്തകം താഴെ വെക്കാൻ കഴിയാനാവാത്ത വിധം വളരെ രസകരമായിട്ട് ടീച്ചർ ഇത് എഴുതിയിട്ടുണ്ട് എന്നുള്ളതാണ്. സങ്കീർണമായിട്ടുള്ള ഒരു പ്രശ്നത്തെ അത്രമേൽ ലളിതമായിട്ട് അവതരിപ്പിക്കാൻ വേണ്ടി കഴിയുക എന്ന് പറയുന്നത്, അങ്ങനെ ഭാഷയെ ഉപയോഗിക്കാൻ കഴിയുക എന്ന് പറയുന്നത് നിസ്സാരമായിട്ടുള്ള സംഗതിയല്ല.
ഓട്ടാനും വേഗം ബൈക്ക് ഓടിക്കാനും ഒക്കെ ഒരു പക്ഷേ കഴിയും. പക്ഷെ അത് ചെറുകെ കൊണ്ടുപോകുക എന്ന് പറയുന്നത് അത്രമേൽ അതിന്മേൽ ആയാസകരമായ ശ്രമം നടത്തിയ ആളിന് മാത്രം സാധ്യമാകുന്ന ഒന്നാണ്. ഭാഷ അങ്ങനെ ലളിതമായി ഉപയോഗിക്കുക എന്ന് പറയുന്ന ഏറ്റവും ഉത്തരവാദിത്വപ്പെട്ട ഒരു കടമ നിർവഹണം കൂടെ വായനയിൽ നിന്ന് അകന്നു പോകുന്ന ഒരു തലമുറയെക്കുറിച്ച് ആവലാതിപ്പെട്ടുകൊണ്ടിരിക്കുന്ന നമ്മളുടെ മുമ്പിൽ അങ്ങനെ ഒരു തലമുറയെ ചേർത്ത് നിർത്തുവാൻ വേണ്ടി നടത്തുന്ന ഉദ്യമത്തിന്റെ ഭാഗം കൂടിയായിട്ട് ഈ നോവൽ മാറുന്നുണ്ട്. ഇതിനകത്ത് അവതരിപ്പിക്കുന്ന ജാനകി എന്ന് പറയുന്ന ഈ പുസ്തകത്തിന്റെ പേരിൽ തന്നെയുള്ള ആളാണ് ഈ നോവലിലെ കേന്ദ്ര കഥാപാത്രമായിട്ട് നിൽക്കുന്നത്. ഒരുപക്ഷെങ്കിൽ ഈ പുസ്തകം വായിക്കുമ്പോൾ ഇതിൻ്റെ ഏതൊക്കെയോ ഘട്ടങ്ങളിൽ എത്തുമ്പോൾ നമ്മളുടെ കണ്ണ് നനയുകയും നമ്മളിൽ ഒരാളായിട്ട് ഈ ജാനകി നമ്മളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയും നമ്മളിലെ സ്ത്രീകളൊക്കെയും നമ്മുടെ വീട്ടിലെ സ്ത്രീകളൊക്കെയും അല്ലെങ്കിൽ എല്ലാ സ്ത്രീകളും കടന്നു പോയിട്ടുള്ള ഏതെങ്കിലുമൊക്കെ കവലകളിലൂടെ, ജീവിതാനുഭവങ്ങളിലൂടെ, സന്ദർഭങ്ങളിലൂടെ അവരുടെ സവിശേഷമായ ഇടങ്ങളെ തൊടാൻ കഴിയുന്ന വിധം നോവലിലെ കഥാഭാവങ്ങൾ മെനയപ്പെട്ടിട്ടുണ്ട് എന്നതിൽ യാതൊരു തർക്കവുമില്ല. വലിയ സ്വപ്നങ്ങളായിട്ട് സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കുന്നു. അതിനുശേഷം അവരുടെ സ്വപ്നത്തിലേക്ക് ഒരു നൃത്തം പഠിച്ച് അത് വിശ്വപ്രസിദ്ധിയായിട്ടുള്ള ഒരു നർത്തകിയായി തീരാൻ വേണ്ടി തീവ്രമായി ആഗ്രഹിക്കുന്ന ജാനകി എന്ന കേന്ദ്ര കഥാപാത്രത്തിലൂടെയാണ് നോവല് സംവദിക്കുന്നത്. ഇതിനകത്ത് വളരെ മനോഹരമായിട്ട് ഒരു തരത്തിലും ഒരു വരുത്താതെ ഭദ്രമായിട്ട് ടീച്ചർ ഇതിന്റെ എല്ലാ ഘട്ടങ്ങളെയും കൈകാര്യം ചെയ്യുന്നുണ്ട്. അത് പ്രണയമുണ്ട്, സ്വകാര്യ നിമിഷങ്ങൾ അടയാളപ്പെടുത്തുന്നുണ്ട്. ഇതൊക്കെ അടയാളപ്പെടുത്തുമ്പോഴും വളരെ ശ്രദ്ധയും ജാഗ്രതയും ടീച്ചറിന്റെ ഭാഷയിൽ ഇതിന്റെ അവതരണ രീതിയിലുണ്ട് എന്നുള്ളത് ഇതിന്റെ ഒരു വലിയ സവിശേഷതയായിട്ട് ഞങ്ങൾക്ക് ഇത് കിട്ടിയപ്പോൾ തന്നെ, വായിച്ചു നോക്കിയപ്പോൾ തന്നെ മനസ്സിലായി. നമ്മൾക്ക് ഒരു കനപ്പെട്ട പുസ്തകം കിട്ടുമ്പോൾ പലപ്പോഴും നമ്മുടെ സമയ ദാരിദ്ര്യം കാരണം അത് വായിക്കാൻ കഴിയാതെ മാറ്റിവെക്കുന്ന അവസ്ഥയൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. 136 പേജുള്ള 31 അധ്യായത്തിലായിട്ടാണ് ജാനകി എന്ന നോവൽ ടീച്ചർ എഴുതിയിരിക്കുന്നത്. ഒരു പക്ഷെങ്കിൽ ടീച്ചറിന്റെ ജീവിതത്തിന്റെ ഒരു വളരെ സുപ്രധാനമായിട്ടുള്ള കുറെ സമയം ഇതിനു വേണ്ടി ചെലവഴിച്ചിട്ടുണ്ടായിരിക്കാം. ഇത് പ്രൂഫ് റീഡ് ചെയ്യാൻ വേണ്ടിയൊക്കെ ടീച്ചറിന് അയച്ചു കൊടുത്തപ്പോൾ ടീച്ചർ വീണ്ടും ഇതിൻ്റെ അത് തിരുത്തലൊക്കെ വരുത്തിയിട്ട് ഇതിനകത്ത് കൂട്ടിച്ചേർക്കലൊക്കെ വരുത്തിയിട്ട് ടീച്ചർ അയച്ചു തന്നു. ഞാൻ മനസ്സിലാക്കുന്നത് ടീച്ചറിന്റെ ഉള്ളില് വളരെ ജാഗ്രതയോടെ കിടക്കുന്ന ഒരു വിഷയത്തെ പ്രതിയുള്ള കൺസേൺ അത്രമേലാണ്. അതിനെ വീണ്ടും പരുവപ്പെടുത്തുന്നതിന് വേണ്ടി ഒരു എഴുത്തുകാരി എന്ന നിലയിൽ എങ്ങനെയൊക്കെ ഇടപെടൽ നടത്താമെന്നൊക്കെ വലിയ ശ്രദ്ധ ടീച്ചർ വഹിക്കുന്നുണ്ട്. ഇതിനകത്ത് ഒരു ഫെമിനിസത്തിൻ്റെതായിട്ടുള്ള തീവ്രമായ ഒരു അടയാളപ്പെടുത്തലൊന്നും ടീച്ചർ ഇല്ല. ടീച്ചർ വളരെ, എനിക്ക് തോന്നുന്നു, ഞാൻ ഈ പുസ്തക നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ടീച്ചറിനോട് ഫോണിലൊക്കെ ബന്ധപ്പെടുമ്പോഴും ആശയവിനിമയമൊക്കെ നടത്തുമ്പോഴും ടീച്ചറിന്റെ ഒരു ക്യാരക്ടർ, പിന്നെ ടീച്ചറിന്റെ ഒരു സ്വഭാവ ഗുണം ഇതിന്റെ കഥാപാത്രത്തിൽ കാണാൻ വേണ്ടി കഴിയുന്നുണ്ട്. അപൂർവമായിട്ടായിരിക്കും. ഭാവന ആണ് ഈ ഒരു നോവലെങ്കിൽ പോലും എഴുത്തുകാരിയുടെ ഒരു സ്വഭാവ സവിശേഷത കഥാപാത്രത്തിന് വരിക എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് അതിലേക്ക് സംഭവിക്കുന്ന ഒന്നാണ്. അങ്ങനെ ഒരു ഇത് വായിച്ചു കഴിയുമ്പോൾ ടീച്ചറിനെ ചിലപ്പം കാണാൻ കഴിയും. ഇതിലെ കഥാപാത്രങ്ങളും ഇതിലെ സംഭവങ്ങളും ഒക്കെ സാങ്കല്പികമായിട്ടുള്ള ഒരു സാങ്കല്പികമായിട്ടുള്ള ഒരു സംഗതി ആണെങ്കിൽ പോലും ഇതിനകത്ത് എഴുത്തുകാരിയുടെ സ്വഭാവത്തെ കാണാൻ കുറച്ച് ഒരു 1-2 മാസത്തെ പിന്നെ ഈ പുസ്തക നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള പരിചയം മാത്രമാണ്. ആ പരിചയത്തിനിടയിൽ എനിക്കിങ്ങനെ തോന്നി, എനിക്ക് തോന്നുന്നു 1 വർഷത്തിന് മുകളിലായെന്ന് തോന്നുന്നല്ലേ തന്നിട്ട് കുറെ ഇടയ്ക്ക് ലേറ്റ് ആവുകയും ചെയ്തു. അപ്പൊ ആ നിലയിൽ ഇതിന്റെ ഒരു ജാനകി എന്ന് പറയുന്ന കഥാപാത്രം അവരുടെ ആഗ്രഹത്തെ വീട്ടിൽ അവതരിപ്പിക്കുമ്പോഴുണ്ടാകുന്ന മാതാപിതാക്കളുടെ വലിയ ആഗ്രഹം ജാനകിയുടെ ആഗ്രഹത്തിനപ്പുറത്ത് നിൽക്കുന്നു. അവർക്ക് അവരുടെ ആഗ്രഹത്തെ പിന്നെ അവതരിപ്പിക്കാൻ കഴിയാത്ത സന്ദർഭങ്ങൾ ഉണ്ടാകുന്നു. അവിടെ സങ്കീർണമായിട്ടുള്ള നിമിഷങ്ങളിൽ ഇതെങ്ങനെ കൈകാര്യം ചെയ്യുമെന്നറിയാതെ അവർ കണ്ടമാനം വിഷമിക്കുന്നു. അവസാനം ഗത്യന്തരമില്ലാതെ നമ്മളുടെ ഒക്കെ വീടുകളിൽ കാണുന്നു. അങ്ങനെ പോകുമ്പോഴുണ്ടാകുന്ന സങ്കീർണതയെ ഗംഭീരമായിട്ട് ടീച്ചർ ഈ നോവലിൽ അവതരിപ്പിക്കുന്നുണ്ട്. ഒരു പക്ഷെങ്കിൽ നമ്മൾ
മാതാപിതാക്കൾ എല്ലാവരും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകം നിർബന്ധമായിട്ട്. കാരണം മക്കളോടുള്ള നമ്മളുടെ സമീപനത്തിൽ നമ്മൾ പുലർത്തേണ്ട ജാഗ്രതയെക്കുറിച്ചുള്ള ഒരു ഗംഭീരമായ ഓർമ്മപ്പെടുത്തലായിട്ട് ഇതിലെ കഥാസന്ദർഭവും കഥാപാത്രങ്ങളും ഒക്കെ മാറുന്നുണ്ട്. കുട്ടികൾ എന്ന നിലയിൽ വായിച്ചിരിക്കേണ്ട നമ്മൾ ഒരു മാറുന്നുണ്ട്. ഒരേ സമയം നമ്മൾ ആയിരിക്കുന്ന എല്ലാ ഉത്തരവാദിത്തങ്ങളെ കുറിച്ചും അത് അധിക ഉത്തരവാദിത്തമായി ഏറ്റെടുക്കുവാനുള്ള ജാഗ്രതപ്പെടുത്തൽ നൽകുന്ന വിധത്തിൽ ടീച്ചർ ഈ കഥാപാത്രങ്ങളെ മെനഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഇതിൻ്റെ ഒരു വലിയ സവിശേഷതയാണ്. കാരണം ഇതിൻ്റെ അകത്ത് ജാനകിയുടെ സഹോദരനുണ്ട്. നമുക്ക് അവസാന ഘട്ടങ്ങളിലൊക്കെ ജാനകി അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വലിയ, ഞാനിതിന്റെ കഥ മുഴുവൻ പറഞ്ഞിട്ട് നിങ്ങൾ നോവൽ വായിച്ചെന്ന് പിന്നെ പറയാൻ കേട്ടോ. ഇത് എൻ്റെ ഒരു 1 ലൈൻ മാത്രമാണ് പറയുന്നത്. നല്ല രസകരമായിട്ട് ടീച്ചർ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ പുസ്തകം വാങ്ങി വായിക്കുക തന്നെ ചെയ്യുക. എന്നാലും പുസ്തകം പരിചയപ്പെടുത്തുക എന്നുള്ളതുമായി ബന്ധപ്പെട്ടുള്ള ഒരു അടിസ്ഥാന കർമ്മം മാത്രം നിർവഹിക്കുക. ഇതിനകത്ത് ജാനകിയുടെ സഹോദരനുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു ക്യാരക്ടർ ഒരു തരത്തിൽ നമുക്ക് ഈ ഒരു പുതിയ കാലഘട്ടത്തിൽ നമുക്ക് വിശ്വസിക്കാൻ കഴിയാനാവാത്ത വിധം നന്മകൾ കൊണ്ട് സമൃദ്ധമായിട്ടുള്ള ഒരു മനുഷ്യനെ നമുക്ക് ഈ ജാനകിയുടെ സഹോദരനെ കണ്ടെത്താൻ കഴിയുന്നുണ്ട്. ജാനകിയുടെ ഭർത്താവുണ്ട്. അദ്ദേഹം വളരെ നിഷ്കളങ്കനായിട്ടുള്ള, ആദ്യഘട്ടങ്ങളിലൊക്കെ നമുക്ക് ഈ ഭർത്താവിനോട് വലിയ ഈർഷ തോന്നും, ദേഷ്യം തോന്നും, അമർഷ തോന്നും. ഇയാള് എന്താണ് ഈ ഭാര്യയോടൊപ്പം നിൽക്കാത്ത, അവരനുഭവിക്കുന്ന സങ്കീർണതകൾക്കൊപ്പം അവരെ ചേർത്ത് നിർത്താനാവാതെ ഇങ്ങനെന്താണ് മാറി നിൽക്കുന്നത്? നമുക്ക് ഓരോ ഘട്ടത്തിൽ, ഓരോ അധ്യായം കഴിയുമ്പോഴും അടുത്ത അധ്യായത്തിലേക്ക് നമ്മളെ വലിച്ചു കൊണ്ടുപോകുന്ന വിധം വളരെ ലളിതമായിട്ട് ടീച്ചർ ഇത് എഴുതി അവതരിപ്പിച്ചിരിക്കുന്നുണ്ട്. ഇതിന്റെ ഏറ്റവും വലിയ വിജയം എന്ന് തോന്നുന്നത്, നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു 2 മണിക്കൂർ 3 മണിക്കൂർ മാറ്റിവെക്കാൻ കഴിയുമെങ്കിൽ ഇത് ഒറ്റ ഇരിപ്പിന് വായിച്ചു തീർക്കാൻ വേണ്ടി കഴിയും. അതിനകത്ത് യാതൊരു തർക്കവും. നിങ്ങൾ ഇതിനൊരു 136 പേജുണ്ട്, അയ്യോ ഇത് ഒരു കനപ്പെട്ട പുസ്തകമാണ് എന്ന് കരുതി നിങ്ങൾക്ക് മാറ്റിവെച്ചാൽ ഒരു മണ്ടത്തരമായി പോകും. കാരണം ഇത് വായിച്ചു തുടങ്ങിയാൽ ഒരു ട്രെയിൻ യാത്രയിലൊക്കെ നിങ്ങൾക്ക് സുഖമായിട്ട് വായിച്ചു തീർക്കാൻ കഴിയും. ഇത് ലളിതമായിട്ട് എഴുതിയിരിക്കുക. നമുക്ക് ആ ഭർത്താവിന്റെ കഥാപാത്രത്തിനോട് ആദ്യഘട്ടങ്ങളിലൊക്കെ എനിക്ക് തോന്നുന്നു അതിന്റെ അവസാന നോവലിന്റെ ഒരു 25 അധ്യായമൊക്കെ കഴിയുമ്പോഴാണ് നമുക്ക് അദ്ദേഹം ജാനകിയോട് കാണിച്ചിട്ടുള്ള കരുതലിനെ പ്രതി അദ്ദേഹം നിശബ്ദമായിട്ട് ജാനകി എന്ന ഒരു നർത്തകിയോട് കാണിച്ച വലിയ കൺസേൺ ഒക്കെ നമുക്ക് മനസ്സിലാകുന്ന ഒരു 25 അധ്യായമൊക്കെ കഴിയുമ്പോഴാണ് മനസ്സിലാകുന്നത്. പലപ്പോഴും നമ്മളുടെയൊക്കെ ഉള്ളിലുള്ള വീടുകളിലുള്ള പുരുഷന്മാർ കാണിക്കുന്ന നിശബ്ദമായിട്ടുള്ള കരുതലിനെയൊക്കെ വളരെ ശ്രദ്ധയോടെ, വളരെ നിരീക്ഷണ പാഠവത്തില് ഈ നോവലിസ്റ്റ് ഇതിനകത്ത് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് അവസാനം അദ്ദേഹത്തിനെ ഒന്ന് ഹഗ് ചെയ്യാൻ വേണ്ടി തോന്നും. ആ വിധം ഇതിന്റെ ഭർത്താവ് എന്ന കഥാപാത്രത്തെ ടീച്ചർ അവതരിപ്പിച്ചിട്ടുണ്ട്. അതേപോലെ സൂചിപ്പിച്ചല്ലോ, ഇതിനകത്ത് ജാനകിയുടെ സഹോദരനായിട്ട് വരുന്ന ഒരാള് ഒരു പക്ഷെങ്കിൽ ഒരു പുതിയ കാലഘട്ടത്തിൽ അത്രയും ആത്മാർത്ഥമായിട്ടുള്ള സാഹോദര്യ ബന്ധത്തെയൊക്കെ നമ്മുടെ റിയൽ ലൈഫിൽ കാണുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. ഇല്ലെന്നല്ല, അത് ഒരു പക്ഷെങ്കിൽ ഒറ്റപ്പെട്ട സംഭവമായിട്ട് നിൽക്കുന്ന ഒന്നായിരിക്കും. പക്ഷെ ഈ ജാനകിയുടെ സഹോദരൻ, നമുക്ക് ഒരു ഘട്ടത്തിൽ പോലും ജാനകിയുടെ സഹോദരനോട് നമുക്ക് ഒരു തരത്തിലുള്ള ഈർഷയോ ദേഷ്യമോ അദ്ദേഹത്തെ പ്രതി നമുക്ക് ഒരു തരത്തിൽ വൈരാഗ്യം ഒന്നും തോന്നാത്ത വിധം ഉടനീളം അദ്ദേഹം ജാനകി എന്ന കഥാപാത്രത്തെ വളരെ ശ്രദ്ധയിൽ, ഒരു സഹോദരൻ എങ്ങനെയായിരിക്കണം, സഹോദരൻ എന്നതിനപ്പുറത്ത് ഒരു പുരുഷൻ സ്ത്രീയെ പ്രതി എത്രയും കരുതലുള്ള ആളായിരിക്കണമെന്ന് ഈ സഹോദരനിലൂടെ നോവലിസ്റ്റ് അവതരിപ്പിക്കുന്നുണ്ട്. അതൊരു പരിധിവരെ നമുക്ക് ഒരുപാട് നല്ല പാഠങ്ങൾ കിട്ടുന്ന ഒരു എഴുത്തായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. നമ്മൾ ഒരു പരിധിവരെ നല്ല ഒരു മനുഷ്യനാകുന്നതിന് വേണ്ടി എങ്ങനെയൊക്കെ കരുതലുണ്ടായിരിക്കണം അപരനെ പ്രതി. സാഹിത്യത്തിന്റെ ഒക്കെ പരമമായ ലക്ഷ്യമായിട്ട് നമ്മൾ ആദ്യം മുതലേ കേൾക്കുന്നത് കൺസേൺ ആയിരിക്കുക, അപരനെ പ്രതി ചിന്തിക്കുക, ചേർത്ത് നിർത്തുവാൻ വേണ്ടി തയ്യാറാവുക എന്നൊക്കെയുള്ളതാണല്ലോ. ആ നിലയിൽ ജാനകിയുടെ സഹോദരൻ വലിയ കരുതൽ എന്ന് പറയുന്നത് മനുഷ്യരെ പ്രതിയുള്ള, സ്ത്രീ എന്ന നിലയിൽ ജാനകിയോടുള്ള കരുതൽ, അത് അദ്ദേഹത്തിന്റെ മനുഷ്യത്വത്തെ പരിപൂർണമായിട്ട് ബോധ്യപ്പെടുത്താൻ വേണ്ടി ടീച്ചറിന് കഴിയുന്നുണ്ട്. പലപ്പോഴും സാഹിത്യമുണ്ടായ കാലം മുതലുള്ള തർക്കമാണ് എന്തിനാണ് ഈ കവിത ഒക്കെ നമ്മൾ കേട്ടിട്ടുള്ള സംഗതിയാണ്. എനിക്ക് തോന്നുന്നു ഏറ്റവും പ്രധാനമായി സാഹിത്യത്തിന്റെ ഒരു ധർമ്മം ഈ എല്ലാ പുഴുക്കുത്തുകൾക്കെതിരെ സജീവമായിട്ട് സംവദിക്കാൻ വേണ്ടി കഴിയുന്ന, അതിനെ ചൂണ്ടിക്കാണിക്കുന്ന, അത് അരുതെന്ന് പറയാൻ കഴിയുന്ന
കഴിയുന്ന ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു സ്പേസ് ആയിട്ട്, ഒരു ആയുധമായിട്ടൊക്കെ സാഹിത്യത്തിന്റെ പല ജനുസുകൾ, അതിൽ നോവൽ ഒരു ജനുസ്, കവിത ഒരു ജനുസ്, കഥയൊരു ജനുസ്, കഥാപ്രസംഗവും പാട്ടൊക്കെ അതിന്റെ പല ജനുസുകളായിട്ട് ഈ പുഴുക്കുത്തലുകൾക്കെതിരെയുള്ള വലിയ സംവേദന ശേഷിയുള്ള ഒരു ആയുധമായിട്ട് സമൂഹത്തിൽ നിൽക്കുന്നുണ്ട്. ആ നിലയിൽ എനിക്ക് തോന്നുന്നു വയലാറാണ് ഇതിന് ഏറ്റവും ഗംഭീരമായിട്ടുള്ള സാഹിത്യത്തിന്റെ എന്തിനു വേണ്ടിയാണ് ഈ നോവൽ, അല്ലെ എന്തിനു വേണ്ടിയാണ് കവിത എന്നൊക്കെ ഉള്ളതിന് ഗംഭീരമായി ഉത്തരം നൽകിയിരിക്കുന്ന വയലാറിന്റെ അശ്വമേധം നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുകയും നമ്മുടെ കുട്ടികളൊക്കെ ചൊല്ലി നടക്കുകയൊക്കെ ചെയ്യുന്ന കവിതയാണ്. ആ കവിതയുടെ തുടക്കത്തിലെ 3-4 വരികളിൽ ഈ സാഹിത്യത്തിന്റെ ധർമ്മത്തെക്കുറിച്ച് അവതരിപ്പിക്കുന്നുണ്ട്. സന്ദർഭവശാൽ ഇവിടെ വയലാറിനെയും വയലാറിന്റെ അശ്വമേധത്തെയും ഓർത്തത് ഈ നോവലിന്റെ വലിയൊരു ലക്ഷ്യമായിട്ട്, ആ ലക്ഷ്യനിർവഹമായിട്ട് ടീച്ചർ കൊണ്ട് ഉയർത്തിപ്പിടിച്ചിട്ടുള്ള കൊടിക്കൂറ, ഈ വയലാറ് ഒരു കാലഘട്ടത്തിൽ അവതരിപ്പിച്ചിട്ടുള്ള സമൂഹത്തിനെതിരെയുള്ള പുഴുക്കുത്തലിനെതിരെയുള്ള വലിയ പടവാളായിട്ട്, തേരോട്ടം നടത്തുന്ന ചെമ്പൻ കുതിരയായിട്ട് ഉയർത്തിപ്പിടിച്ചിട്ടുള്ള ആ കൊടിയാണ് ടീച്ചർ ഇതിൽ ഉയർത്തിപ്പിടിക്കുന്നത്. വയലാറിന്റെ അശ്വമേധം എന്ന കവിതയിലെ 3-4 വരി നമ്മുടെ ഓർമ്മയിലേക്ക് ഞാൻ കൊണ്ടുവരാം. ആ വരിയില് കുതിര, ചെമ്പൻ കുതിര എന്ന് കേൾക്കുമ്പോൾ നമ്മള് സാഹിത്യം എന്തിന് എന്നുള്ള ഉത്തരത്തിലേക്കോ, നോവൽ എന്തിന്, കവിത എന്തിനെന്നൊക്കെയുള്ള ഉത്തരത്തിലേക്കോ, ഈ നോവൽ എന്നുള്ള പകരം പദത്തിലേക്ക് നമുക്ക് പകരം വെച്ചിട്ട് കൂട്ടി വായിക്കാൻ വേണ്ടി കഴിയുന്നുണ്ട്. നിങ്ങൾക്കറിയുന്ന വരികൾ തന്നെയാണ്. ആരൊരാളൻ കുതിരെ കെട്ടുവാ, ആരൊരാള് ദിൻമാർഗം മുടക്കുവാ, ആരൊരാളൻ കുതിരെ കെട്ടുവാ, ആരൊരാള് ദിൻമാർഗം മുടക്കുവാൻ, ദിഗ്വിജയത്തിനൻ സർഗശക്തിയാ ഇക്കുതിരയെ വിട്ടയക്കുന്നു ഞാൻ. നിങ്ങൾ കണ്ടേ ശിരസുയർത്തി പായും എൻ കുതിരയെ, ചെമ്പൻ കുതിരയെ. നിങ്ങൾ കണ്ടോ ശിരസുയർത്തി പായും എൻ കുതിരയെ, ചെമ്പൻ കുതിരയെ. എന്തൊരുന്മേഷമാണതിൻ കൺകളിൽ, എന്തൊരുത്സാഹമാണതിൻ കാൽകളിൽ. കോടി കോടി പുരുഷാന്തരങ്ങൾ കൂടി നേടിയതാണതിൻ സിദ്ധികൾ. കവിത ദീർഘമാണ്. ഈ കവിതയിലൂടെ വയലാർ അവതരിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആശയം ഈ സാഹിത്യത്തിന്റെ ധർമ്മം തന്നെയാണ്. അത് സമൂഹത്തിലുള്ള എല്ലാ പുഴുക്കുത്തലുകൾക്കെതിരെയും പടപൊരുതുന്നതിന് വേണ്ടിയുള്ള ഒരു ആയുധമായിട്ട് സജീവമായി സമൂഹത്തിൽ വേണ്ടി വന്ന നിലയിലാണ്. കാദംബരി ജാനകി എന്ന നോവൽ എഴുതിയാലുടൻ സ്ത്രീകളെ പ്രതിയുള്ള സമൂഹത്തിന്റെ കൺസേൺ ഒക്കെ ഈ പാരസിറ്റാമോൾ കഴിക്കുമ്പോൾ പനി മാറുന്നത് പോലെ മാറും എന്നുള്ള അവകാശവാദമൊന്നും പ്രസാദകർ എന്ന നിലയിൽ ഞങ്ങൾ അവതരിപ്പിക്കുന്നില്ല. പക്ഷേ ഈ നോവൽ വായിക്കുന്ന ഏതൊരു മനുഷ്യന്റെ മനസ്സിലും സ്ത്രീയെ പ്രതിയുള്ള കൺസേൺ എങ്ങനെയായിരുന്നോ അതിൽ നിന്ന് അവന്റെ മനസ്സിനെ മാറ്റിമറിക്കുന്നതിന് വേണ്ടി കഴിയുമെന്നതിൽ യാതൊരു തർക്കവുമില്ല എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഞാൻ ഉറപ്പ് നൽകുകയാണ്. ഒരു സഹോദരൻ എന്ന നിലയിൽ ജാനകിയുടെ സഹോദരൻ അവതരിപ്പിക്കുന്ന മനുഷ്യത്വത്തെ തീർച്ചയായിട്ടും സ്വീകരിക്കുന്നതിന് വേണ്ടിയോ അനുകരിക്കുന്നതിന് വേണ്ടിയോ തയ്യാറാകുന്ന ഒരു പുരുഷനായിട്ട് ഇത് വായിക്കുന്ന ഏതൊരാണും മാറും എന്നതിൽ യാതൊരു തർക്കവുമില്ല. ഈ വിധത്തിൽ ഒരു നോവലിനെ, ഒരു ജാനകി എന്ന് പറയുന്ന പെൺകുട്ടിയുടെ ഏതാണ്ട് ഹൈസ്കൂൾ കാലം മുതൽ അവരുടെ ഹയർ സെക്കൻഡറിയും കോളേജ് വിദ്യാഭ്യാസവും അവരുടെ വിവാഹ ജീവിതവും അങ്ങനെ അവർ പ്രശസ്തിയുടെ കൊടുമുടിയിൽ എത്തുന്ന ഏറ്റവും മനോഹരമായ നിമിഷങ്ങളും അതിനുശേഷം അവർ തിരിച്ചു വരുന്ന ഒരു വരവുമൊക്കെ ഒരു മനുഷ്യായുസിന്റെ ഏകദേശം എല്ലാ പ്രധാനപ്പെട്ട ജീവിത സന്ദർഭങ്ങളിലൂടെയും കടന്നു പോകുന്ന ഒരു കഥാഖ്യാനമാണ് ജാനകി എന്ന് പറയുന്ന നോവൽ. ഈ നിലയിൽ വലിയ അഭിമാനത്തോടു കൂടിയാണ് ബുക്ജിൻ പബ്ലിക്കേഷൻ ഈ നോവൽ സമൂഹത്തിന് മുമ്പിലേക്ക് അവതരിപ്പിക്കുന്നത്. ഈ നോവലിന് ഒരു ഉത്തരവാദിത്വമുണ്ട്. അത് തീർച്ചയായിട്ടും നമ്മളുടെ മനുഷ്യത്വത്തെ കൂടുതൽ സജീവമാക്കുന്നതിന് വേണ്ടിയും അത്
അതിനെ കൂടുതൽ നന്മയുള്ളതാക്കുന്നതിന് വേണ്ടിയും അതിനെ കൂടുതൽ ശോഭിപ്പിക്കുന്നതിന് വേണ്ടിയും ആ ശോഭ കൊണ്ട വെളിച്ചത്തെ സമൂഹത്തെ നയിക്കുന്നതിന് വേണ്ടിയുമുള്ള ഒരു പ്രധാനപ്പെട്ട വർക്കായിട്ട് ജാനകി മാറുമെന്നതിൽ തർക്കമില്ല. കഥ അവിടെയും ഇവിടെയും തൊട്ട് മാത്രം ബോധപൂർവം സൂചിപ്പിച്ചതാണ്. ഞാനിത് വായിച്ചില്ല നിങ്ങൾ കരുതണ്ട. 4-5 ആവർത്തി ഇത് വായിച്ചതിൻ്റെ പ്രൂഫിലും പിന്നെ ഞാൻ ഇന്ന് ട്രെയിനിൽ ഇങ്ങോട്ട് വരുന്ന വഴിയിലും വീണ്ടും ആവർത്തിച്ച് വായിച്ചു. ഇതിന്റെ പല ഘട്ടങ്ങളില് ഇതിനകത്ത് എനിക്ക് തോന്നുന്നു വളരെ ഒരു തരത്തില് ഒരു റിസർച്ച് സ്വഭാവം ഈ നോവലിന്റെ പല ഘട്ടങ്ങളിലും കാണാൻ കഴിയുന്നുണ്ട്. ജാനകി നൃത്തം പഠിക്കാൻ പോകുന്ന സന്ദർഭത്തില് ഭരതന്റെ നാട്യശാസ്ത്രത്തെ കുറിച്ചൊക്കെ വളരെ അക്കാദമിക സ്വഭാവമുള്ള സന്ദർഭങ്ങളൊക്കെ ഒരു തരത്തിലുള്ള പിന്നെ ഏച്ചുകെട്ടലും അല്ലാതെ വളരെ ഭംഗിയായിട്ട് അതൊക്കെ ഇതിനകത്ത് അവതരിപ്പിക്കുന്നുണ്ട്. കേരള സംസ്കാരത്തിന്റെ ഒരു വലിയ പരിച്ഛേദത്തെ സദ്യയുടെ ഒരു വട്ടത്തിൽ വെച്ചുകൊണ്ട് അത് കഴിക്കുന്നതിനെ കുറിച്ചും അതിന്റെ രീതികളെ കുറിച്ചൊക്കെ ഈ നോവലിൽ പരാമർശിക്കുന്നുണ്ട്. ഒരു പക്ഷെങ്കിൽ അതൊരു നമ്മളെല്ലാവരും പിന്തുടരുന്നുണ്ടെങ്കിലും നമ്മളുടെയൊക്കെ സ്വാഭാവികമായ അറിവിൽ നിൽക്കുന്ന ഒന്നല്ലാത്ത പല കാര്യങ്ങളെയും ഒരു തരത്തിലുള്ള ഗവേഷണ സ്വഭാവത്തിൽ പഠിച്ചോ ബോധ്യപ്പെട്ടോ ഒരു പക്ഷെങ്കിൽ ടീച്ചറിന്റെ ബോധ്യത്തിൽ നിന്നോ അറിവിൽ നിന്നോ ഒക്കെ വന്നിട്ടുള്ളതായിരിക്കാം. അത്തരത്തിൽ നമുക്ക് മറ്റൊരു തരത്തിലും ഗുണകരമായിട്ടുള്ള കുറേ ഇൻഫർമേഷനും കൂടെ ഉൾപ്പെട്ടിട്ടുള്ള ഒരു കൃതി എന്ന നിലയിലും ഇത് ശ്രദ്ധേയമാണ്. അത്തരത്തിൽ തീർച്ചയായിട്ടും നമ്മൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വായിക്കുകയും നമ്മൾ ജീവിതത്തിൽ പല ആവർത്തി പിന്തുടരുകയും ചെയ്യേണ്ട കഥാപാത്രങ്ങൾ. ഇതിൻ്റെ അകത്ത് നമുക്ക് പല ഘട്ടങ്ങളിലും ദേഷ്യം തോന്നുന്ന പല കഥാപാത്രങ്ങളുടെയും ഈ നോവലിന്റെ അവസാനം വരുമ്പോഴത്തേക്കിനും അവരൊക്കെ വലിയ നന്മയുള്ളവരായിട്ട് നോവലിസ്റ്റ് അവതരിപ്പിക്കുന്നുണ്ട് എന്നുള്ളത് നോവലിസ്റ്റ് എല്ലാ മനുഷ്യരെയും പ്രതിയുള്ള എല്ലാ മനുഷ്യരുടെയും ഉള്ളിൽ ഒരു നന്മയുണ്ടെന്നുള്ള ശുഭപ്രതീക്ഷ അവരുടെ എഴുത്തുകാരിയുടെ ഉള്ളിലുണ്ട് നമുക്ക് ബോധ്യപ്പെടാൻ വേണ്ടി കഴിയുന്നുണ്ട് എന്നുള്ളത് വളരെ പ്രശംസനീയമാണ്. നമുക്കൊരു കഥാപാത്രത്തെ അവരെ ജീവിതകാലം മുഴുവൻ കൊള്ളരുതാത്ത ഒരാളായിട്ട് അവതരിപ്പിക്കാൻ വേണ്ടി കഴിയും, നമ്മുടെ ഭാവന കൊണ്ട്, നമ്മുടെ നോട്ടം കൊണ്ട്, നമ്മുടെ സംസാരം കൊണ്ടൊക്കെ. പക്ഷേ ഇതിൻ്റെ അകത്ത് കാദംബരി എന്ന നോവലിസ്റ്റ് ഇതിനകത്തുള്ള എല്ലാ കഥാപാത്രങ്ങളെയും ഇതിൻ്റെ ഏതെങ്കിലുമൊക്കെ ഒരു ഘട്ടത്തിൽ അവരുടെ നന്മയെ ഉയർത്തിപ്പിടിക്കുവാൻ വേണ്ടി, ഏതെങ്കിലും ഘട്ടത്തിൽ തെറ്റു പറ്റിയിട്ടുണ്ടെങ്കിൽ ക്ഷമ പറഞ്ഞ് മനുഷ്യൻ എന്ന പദത്തിന്റെ പരിപൂർണാർത്ഥത്തിലേക്ക് ഒരാളെ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള വലിയ ശ്രമം നടത്തിയിട്ടുണ്ട്. അത് വളരെ ശ്ലാഘനീയമായിട്ടുള്ള ഒരു ചിന്തയായിട്ട് തോന്നുന്നുണ്ട്. ഞാനും നിങ്ങളും ഒക്കെ ഏതെങ്കിലും ഘട്ടത്തിലൊക്കെ ഏതെങ്കിലുമൊക്കെ തരത്തിൽ ദുഷ്ട കഥാപാത്രങ്ങളായിട്ട് നല്ല ഉടുപ്പൊക്കെ ഇട്ട് എല്ലായിടത്തും പോകുന്നുണ്ടെങ്കിൽ നമ്മുടെയൊക്കെ ഉള്ളിൽ എവിടെയെങ്കിലുമൊക്കെ ചില ദുഷ്ടന്മാർ ചില ഘട്ടങ്ങളിലൊക്കെ ഉണ്ടാവും. പക്ഷെ അതിനെക്കുറിച്ച് ഉണ്ടാവുക, ചെയ്തു പോയ കുറ്റത്തെക്കുറിച്ച് ബോധമുണ്ടായി അത് തിരുത്തുന്നതിന് വേണ്ടി, ക്ഷമ പറയുന്നതിന് വേണ്ടിയൊക്കെയുള്ള മനുഷ്യൻ എന്ന പദത്തിന്റെ പരിപൂർണാർത്ഥത്തിലേക്ക് ആവുന്ന വിധം ഒരാളെ പരുവപ്പെടുത്തുക എന്നൊക്കെ പറയുന്ന വലിയ തെളിച്ചം നൽകുന്ന ഒരു കൃതിയായിട്ട് കൂടെ ജാനകിയിലെ പല കഥാപാത്രങ്ങളെയും ഈ കാദംബരി എന്ന നോവലിസ്റ്റ് എഴുതി അവതരിപ്പിക്കുന്നുണ്ട്. ആ നിലയിൽ പല രീതിയിൽ എനിക്ക് തോന്നുന്നു, ഒറ്റ വാക്കിൽ പറയുമ്പോൾ ഒരാളെ മനുഷ്യൻ എന്ന പദത്തിന്റെ പരിപൂർണാർത്ഥത്തിലേക്കോ അതിന്റെ കൂടുതൽ തെളിച്ചത്തിലേക്കോ അതിന്റെ കൂടുതൽ ശോഭയിലേക്കോ ആ ശോഭയിൽ നിന്ന് സമൂഹത്തിൽ ആഹ്വാനം നൽകാൻ കഴിയുന്ന ഒരു വെളിച്ചത്തിലേക്കോ ഒക്കെ ഒരാളെ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമായിട്ട് ഈ നോവല് മാറുന്നുണ്ട് എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല. നിങ്ങൾക്ക് വായിക്കാനും നിങ്ങളുടെ മനുഷ്യത്വത്തെ കൂടുതൽ തെളിച്ചെടുക്കുന്നതിന് വേണ്ടിയും ഈ നോവൽ സഹായിക്കുന്നതിൽ തർക്കമില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് തന്നെ വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു നല്ല സമ്മാനമാണ്. നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട നിങ്ങളുടെ ഭർത്താവിന് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു സമ്മാനമാണ്. നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട നിങ്ങളുടെ സഹോദരന് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുന്ന സമ്മാനമാണ്. നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട നിങ്ങളുടെ സ്ഥാപനത്തിലെ സഹപ്രവർത്തകനോ നിങ്ങളുടെ ബോസിനോ വാങ്ങിച്ചു കൊടുക്കാൻ കഴിയുന്ന ഒരു പുസ്തകമാണ്. കാരണം ഈ പറഞ്ഞ കഥാപാത്രങ്ങളൊക്കെ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏതൊക്കെ സന്ദർഭങ്ങളിൽ ഘട്ടങ്ങളിൽ അവൻ കടന്നു പോകുന്നുണ്ടോ ആ ഘട്ടങ്ങളിലൂടെ എല്ലാം ഈ നോവൽ കടന്നു പോകുന്നുണ്ട്. അവർക്കൊക്കെ ഒരു താക്കീത് കൊടുക്കുന്നുണ്ട്. അവർക്കൊക്കെ ചില നമ്മളുടെ മക്കൾക്ക് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു നല്ല പുസ്തകമാണ്. എനിക്ക് തോന്നുന്നു ഒരു മനുഷ്യ ആയുസ്സിലെ ഏതൊക്കെ പ്രായത്തിലൂടെ കടന്നു പോകുന്ന ആളുകൾക്കും വാങ്ങിച്ചു കൊടുക്കാനും വാങ്ങാനും വായിക്കാനും ആസ്വദിക്കുവാനും എന്തെങ്കിലുമൊക്കെ ജീവിതത്തിലേക്ക് നേടുന്നതിന് വേണ്ടി സഹായകമായിട്ടുള്ള ഒരു പുസ്തകം നിലയിൽ വലിയ സന്തോഷത്തോടുകൂടി ഈ പ്രകാശന ചടങ്ങിൽ പങ്കെടുക്കുന്നു. ടീച്ചറിന്റെ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചു വന്ന് എല്ലാവരെയും ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നു.
ടീച്ചറിനോട് വളരെ സ്നേഹത്തിലും സൗഹൃദവുമുള്ള ഒരു സംഘം ആളുകൾ ഇത് കേൾക്കാൻ വേണ്ടി, ഒരു സന്തോഷത്തിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തിയിരിക്കുന്നു. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ വിവാഹം പോലെ അല്ലെ ഒരു കുഞ്ഞിന്റെ പിറന്നാൾ പോലെയൊക്കെ വളരെ സവിശേഷമായിട്ടുള്ള ഒന്നാണ് ഒരു പുസ്തക പ്രകാശനം എന്ന് പറയുന്നത്. ഒരു ആയുസ്സിലൊക്കെ നമ്മളിൽ പലർക്കും സാധ്യമാകാത്ത ഒരു കാര്യം ഒരാളുടെ ജീവിതത്തിൽ സാധ്യമാകുന്ന സന്ദർഭമാണ്. അപ്പോൾ ആ മനുഷ്യന്റെ സന്തോഷത്തിനൊപ്പം ചേർന്ന് നിൽക്കുക എന്ന് പറയുന്നത് മനുഷ്യ മനസ്സിന്റെ വലിയ നന്മ തന്നെയാണ്. ആ നിലയിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ടീച്ചറിന്റെ പുസ്തക പ്രകാശന ചടങ്ങിൽ പങ്കെടുക്കാൻ വന്നിരിക്കുന്ന നിങ്ങളൊക്കെ ആ തെളിച്ചമുള്ള മനുഷ്യത്വത്തിന്റെ ഉടമകളാണെന്നുള്ള ഉറച്ച ബോധ്യമുണ്ട്. കാരണം ഒരാളുടെ ജീവിതത്തിലെ അത്യപൂർവമായ ഒരു സന്ദർഭത്തിൽ അതിഗംഭീരമായ ഒരു ആഹ്ലാദം ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. ഈ കാദംബരി ഇപ്പോൾ എത്രത്തോളം ആഹ്ലാദത്തിലാണ് ഈ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത് എന്നുള്ളവരുടെ മനസ്സ് ഇങ്ങനെ കണ്ടമാന സന്തോഷം കൊണ്ട് തുടിക്കുന്നുണ്ട്. അതിലേറെ തുടിക്കുന്ന ഹൃദയവുമായിട്ട് അവരുടെ പ്രിയപ്പെട്ട ഭർത്താവ് പുസ്തകം സമർപ്പിച്ചിരിക്കുന്നത് തന്നെ എൻ്റെ പ്രിയപ്പെട്ട സ്നേഹനിധിയായ എൻ്റെ ഭർത്താവിന് എന്ന് പറഞ്ഞു. വളരെ മനോഹരമായിട്ട് ഒരു 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 ആമുഖം എന്ന നിലയിൽ ടീച്ചറിന്റെ സഹോദരൻ പ്രിയപ്പെട്ട മനു TS ഇതിനൊരു ആമുഖം എഴുതിയിട്ടുണ്ട്. ജാനകിയുടെ പിറവി രഹസ്യം എന്ന തലക്കെട്ടിൽ. ഈ നോവലൊക്കെ എനിക്ക് തോന്നുന്നു ആദ്യഘട്ടത്തിലൊക്കെ ഒരു പക്ഷെങ്കിൽ അദ്ദേഹമായിരിക്കും വായിച്ചത്. ഈ നോവലിന്റെ മിടുപ്പ് മനസ്സിലാക്കി, അതിന്റെ വൈകാരികത മനസ്സിലാക്കിയാണ് അദ്ദേഹം ഇതിന് നല്ലൊരു ആമുഖം എഴുതിയിരിക്കുന്നത്. അതിന്റെ തുടക്കത്തോടു കൂടി ഈ നോവലിലേക്ക് കടന്നു കഴിഞ്ഞാൽ വളരെ ലളിതമായിട്ട് ഈ നോവലിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി കഴിയും, അതിന്റെ ആശയങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. അങ്ങനെ വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു നിമിഷത്തിൽ പങ്കെടുക്കുന്ന എല്ലാ നല്ല മനുഷ്യരെയും ഹൃദയത്തിന്റെ ഭാഷയിൽ അഭിവാദനം ചെയ്തുകൊണ്ട്, ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ഈ പുസ്തകത്തിന് 1000 ആശംസകൾ നേരുന്നു. നിങ്ങൾ ഉറപ്പായിട്ട് ഈ പുസ്തകം ഇതിപ്പം ഒരു കച്ചവടം പറയാമെന്ന് നിങ്ങൾ കരുതണ്ട. നിങ്ങൾ ഉറപ്പായിട്ട് പൈസ കൊടുത്ത് ഈ പുസ്തകം മേടിക്കുക. നിങ്ങൾക്ക് അതൊരിക്കലും നഷ്ടമാവത്തില്ല. നമ്മൾ എന്തോരം ഭക്ഷണം കഴിക്കുന്നു, എന്തോരം യാത്ര ചെയ്ത് സമയം കളയുന്നു, പണം കളയുന്നു. അപ്പോൾ നിങ്ങൾ ജീവിതത്തിൽ എന്നേക്കുമായി സൂക്ഷിച്ചു വെക്കാൻ കഴിയുന്ന, പ്രിയപ്പെട്ട ഒരാൾക്ക് അത്രമേൽ ഹൃദ്യമായി കൊടുക്കാൻ കഴിയുന്ന ഒരു സമ്മാനം എന്ന നിലയിൽ കൂടി നിങ്ങൾ ഈ പുസ്തകം ഇവിടെ നിന്ന് വാങ്ങിക്കുക. ഇന്ന് 250 രൂപ വിലയുള്ള പുസ്തകം പ്രകാശന ദിനത്തിലെ 200 രൂപയ്ക്ക് ഇവിടെ മുമ്പിലുള്ള കൗണ്ടറിൽ ലഭ്യമാണ്. അപ്പോൾ നിങ്ങൾ വാങ്ങിക്കുകയും മറ്റുള്ളവരുടെ ഇതിനെക്കുറിച്ച് പറയുകയും നിങ്ങൾ വായിക്കണം. ഇതൊരു ഭംഗിക്ക് നിങ്ങൾ ഇത് ഒരു പുസ്തകമൊക്കെ കയ്യിലിരിക്കുന്ന ഒരു അഭിമാനകരമായ സംഭവമാണ്. എല്ലാ മനുഷ്യന്റെ ഉള്ളിലുള്ള ബോധമാണ്. ആ അഭിമാനത്തിന് വേണ്ടി മാത്രം നിങ്ങൾ വാങ്ങരുത്. ഇത് നിങ്ങൾ വായിക്കണം. നിങ്ങൾക്ക് ഒറ്റയിരിപ്പിൽ വായിച്ചു തീർക്കാൻ കഴിയുമെന്നതിൽ 100% നിങ്ങൾക്ക് ഞാൻ ഉറപ്പ് നൽകുകയാണ്. നിങ്ങൾക്ക് ഗുണകരമായ കുറേ കാര്യങ്ങൾ കിട്ടും. നിങ്ങൾ സമ്മാനം കൊടുക്കുന്ന ആളിനും അതുണ്ടാകുമെന്ന് ഉറപ്പ് നൽകുന്നു. എല്ലാ ആശംസകളും. ഈ പുസ്തകം ഒരുപാട് പതിപ്പുകൾ ഇറങ്ങട്ടെ എന്നും കേരളത്തിലാകുമ്പോൾ ഇത് വായിക്കപ്പെടട്ടെ എന്നും, ഈ പുസ്തകത്തിന് ഭാഗ്യമുണ്ടെങ്കിൽ മറ്റു ഭാഷകളിലേക്ക് ഈ പുസ്തകം തർജ്ജമ ചെയ്യപ്പെടട്ടെ, ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടട്ടെ എന്നും ഹൃദയത്തിന്റെ ഭാഷയിൽ ആശംസിക്കുന്നു. കാരണം ഇതിന് ഒരു വലിയ രാഷ്ട്രീയമുണ്ട്. അത് മനുഷ്യത്വത്തിന്റെ വലിയ രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന കാദംബരിയുടെ ജാനകിക്ക് ഹൃദയത്തിന്റെ പേരിൽ എല്ലാവിധ ആശംസകളും അറിയിക്കും. നമ്മുടെ ഈ ചടങ്ങിന് ആശംസ പറയേണ്ട 2-3 പേര് ഇവിടെ എത്തിയിട്ടില്ല. പക്ഷേ നമ്മുടെ നോവലിസ്റ്റിൻ്റെ അധ്യാപകന്മാരായ വിൻസെൻ്റ് മാഷും ജോയി മാഷും ഒക്കെ ഇവിടെ പങ്കെടുക്കുന്നുണ്ട്. അവർ ഈ ചടങ്ങിന് ആശംസ പറയും എന്നാണ് നോവലിസ്റ്റ് എന്നോട് പറഞ്ഞിട്ടുള്ളത്. അധ്യക്ഷൻ എന്നുള്ള നിലക്ക് ഞാനൊരു വർത്തമാനത്തിനൊന്നും മുതിരുന്നില്ല. ഒരു എഴുത്തുകാരൻ എന്ന നിലക്കോ അല്ലെങ്കിൽ ആ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളെന്നുള്ള നിലക്കോ അല്ല ഞാൻ ഈ ചടങ്ങിൻ്റെ അധ്യക്ഷനായി ഇവിടെ വന്നിട്ടുള്ളത്. നോവലിസ്റ്റിൻ്റെയും അദ്ദേഹത്തിൻ്റെ സഹോദരൻ്റെയും ഒക്കെ ഒരു സുഹൃത്ത് എന്നുള്ള നിലക്കാണ് ഈ മനോഹരമായ ചടങ്ങിന് സാന്നിധ്യം കൊണ്ട് പങ്കെടുക്കണമെന്ന ആഗ്രഹം കൊണ്ട് ഞാനിവിടെ എത്തിയിട്ടുള്ളത്. പുസ്തകം പ്രകാശനം ചെയ്തതിനെ പരിചയപ്പെടുത്തിയതിൻ്റെ പ്രസാധകൻ ജിനു പറഞ്ഞത് ഒറ്റയിരുപ്പിന് വായിച്ചു തീർക്കാവുന്ന അല്ലെങ്കിൽ ഒറ്റയിരുപ്പിന് വായിച്ചു പോകുന്ന ഒരു പുസ്തകമാണ്, ഒരു നോവലാണ് കാദംബരി എഴുതിയിട്ടുള്ളത് എന്നാണ്. എനിക്ക് തോന്നുന്നു റാം കെയർ ഓഫ് ആനന്ദിയെ കുറിച്ച് കൽപ്പറ്റ മാഷ് വിവാദപരമായ പ്രസ്താവന നടത്തിയതുപോലെ അതിഭാവുകത്വമുള്ള ഒരു നോവലല്ല, അങ്ങനെ അതിഭാവുകത്വമുള്ള വായനക്കാരെ തേടുന്ന ഒരു നോവലുമല്ല. നമ്മളെപ്പോലെ സാധാരണക്കാരായ മനുഷ്യർക്ക് സാധാരണക്കാരൻ്റെ ഭാഷയിൽ
ഇരുന്ന് വായിച്ചു തീർക്കാവുന്ന ഒരു പുസ്തകം എന്നുള്ള നിലക്കാണ്, അല്ലെങ്കിൽ നോവൽ എന്നുള്ള നിലക്കാണ് കാദംബരി നോവല് തയ്യാറാക്കിയിട്ടുള്ളത് എന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് അങ്ങനെ നിരവധി പതിപ്പുകൾ ഇറങ്ങുന്ന ഒരു പുസ്തകമായി, ഒരു നോവലായി ഇത് മാറട്ടെ എന്ന് ഞാൻ ഈ സന്ദർഭത്തിലേറെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് ആശംസിക്കുകയാണ്. സാഹിത്യവും നോവലുമൊക്കെ എന്തിനു വേണ്ടി എന്നുള്ളതിനെ സംബന്ധിച്ച് അടുത്ത കാലത്ത് ഏറ്റവും മനോഹരമായി നമുക്ക് പറഞ്ഞു തന്നത് എനിക്ക് തോന്നുന്നു സുനിൽ പി ഇളയടം മാഷാണ്. ഒരു നോവൽ വായിക്കുമ്പോൾ, ഒരു കവിത വായിക്കുമ്പോൾ, ഒരു 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 സാഹിത്യകൃതി വായിക്കുമ്പോൾ അത് നമ്മളെ എങ്ങനെ മാറ്റുന്നു, നമുക്ക് എന്ത് മാറ്റം വരുന്നു, അത് നമ്മളിൽ ഉണ്ടാക്കുന്ന മാറ്റം എന്താണ് എന്നൊക്കെ പറഞ്ഞു തന്ന് എനിക്ക് തോന്നുന്നു വളരെ ലളിതമായി അടുത്ത കാലത്ത് പറഞ്ഞു തന്നത് സുനിൽ പി ഇളയടം മാഷാണ്. അദ്ദേഹം പറഞ്ഞത് നമ്മളെ മറ്റൊരാളാക്കി മാറ്റുന്ന ഒന്നാണ് സാഹിത്യം എന്നാണ്. ഈ പുതിയ കാലത്ത് ഞാൻ എനിക്ക് തോന്നുന്നു സാമൂഹ്യ മാധ്യമങ്ങളുടെ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയുടെ കോലാഹലത്തിന്റെ കാലത്തും കേരളത്തിന്റെ ഒരു പുതിയ ഇപ്പോഴത്തെ ഒരു സ്വഭാവം എന്ന് തോന്നുന്നത് പുതിയ പുസ്തകങ്ങൾ, പുതിയ എഴുത്തുകാർ, ആ രംഗത്ത് പുതിയ കാൽവെപ്പുകൾ നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് ഈ പുതിയ കാലം എന്നാണ് ഒരു ചെറിയ പൊതുപ്രവർത്തകൻ എന്ന നിലക്ക് എനിക്ക് തോന്നുന്നത്. സാമൂഹ്യ മാധ്യമങ്ങളും സോഷ്യൽ മീഡിയകളും നമ്മുടെ ആഴത്തിലുള്ള പഠനത്തെയും ആഴത്തിലുള്ള വായനയെയും പിന്നോട്ട് വലിക്കുന്നു എന്നൊരു വിമർശനം നമ്മുടെ മുമ്പിലുണ്ട്. എൻ്റെ കൂടെ ഈ പരിപാടിയുടെ റീൽസ് ചെയ്യുന്നതിന് വേണ്ടി ഒരു സുഹൃത്ത് ഞങ്ങളുടെ കൂടെ യാത്ര ചെയ്തു വന്നു. അപ്പൊ ഞാൻ അവനോട് ചോദിച്ചു, ഒരു റീൽസിന്റെ സമയം എത്രയാണ്? അപ്പൊ അവൻ പറഞ്ഞു എന്നോട്, അത് മാക്സിമം 1 മിനിറ്റാണ്. അതെന്താ, 1 മിനിറ്റിൽ കൂടുതൽ റീൽസ് കാണൂലേ? ആളുകൾ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകും സാറേ, അങ്ങനെ ആളുകൾക്ക് കണ്ടിരിക്കാൻ ഭയങ്കര മടിയാണ് എന്നാണ് ആ രംഗത്ത് പ്രവർത്തിക്കുന്ന സുഹൃത്ത് എന്നോട്. 1 മിനിറ്റിന്റെ റീൽസ് പോലും മുഴുവൻ കാണാൻ സമയമില്ലാത്ത ഈ കാലത്തും വായനയുടെ ലോകത്തേക്ക് പുതിയ പുസ്തകങ്ങൾ വരുന്നു, പുതിയ എഴുത്തുകാർ വരുന്നു, പുതിയ കൃതികൾ വരുന്നു, പുതിയ പ്രസാധകർ. അതിന്റെ കച്ചവട താല്പര്യത്തിനപ്പുറത്തേക്ക് ഞാൻ നോവലിസ്റ്റിനെ പോലെ തന്നെ അഭിനന്ദിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അംഗീകരിക്കേണ്ട ഒരു കാര്യം, കച്ചവടം എന്നതിനപ്പുറത്തേക്ക് ഈ പുസ്തകം എങ്ങനെ വായനക്കാർ സ്വീകരിക്കുമെന്ന് പ്രസാധകൻ അറിയില്ല. ഈ പുസ്തകം എങ്ങനെ കച്ചവടം ചെയ്യപ്പെടുമെന്ന് പ്രസാധകൻ അറിയില്ല. ഈ പുസ്തകം എങ്ങനെയാണ് ആളുകൾ വാങ്ങുവോ, വായിക്കുവോ, പണം തിരിച്ചു കിട്ടുമോ എന്ന് പോലും അറിയാതെ ഇത് വായിച്ച് അതിനകത്തൊരു രാഷ്ട്രീയമുണ്ട്, അതിനകത്ത് ഒരു തന്തുണ്ട്, അതിനകത്ത് ഒരു സന്ദേശമുണ്ട്, അതിനകത്ത് വായിക്കപ്പെടേണ്ട ഒന്നുണ്ടെന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ അത് പ്രസിദ്ധീകരിക്കുവാനും അത് വായനക്കാരിൽ എത്തിക്കുവാനും ശ്രമിച്ച ദിനേശ് ഇതിന്റെ പ്രസാധകർ അവർ അഭിനന്ദിക്കപ്പെടേണ്ടവരാണ്. അവരെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യപ്പെടേണ്ടതാണ്. ഈ സോഷ്യൽ മീഡിയയുടെ പുതിയ കാലത്തും ഇങ്ങനെ എഴുത്തുകാരും വരുന്നത് കേരളത്തിന്റെ ഒരു സാംസ്കാരികമായ പരിച്ഛേദത്തിൻ്റെ കൂടിയും ഭാഗമാണ് എന്നാണ് ഞാൻ കരുതുന്നത്. ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി, ഇന്ത്യയുടെ ഇതര പ്രദേശങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കേരളത്തിന്റെ ഒരു സാമൂഹികമായ അന്തരീക്ഷം, കേരളത്തിന്റെ ഒരു സാമൂഹികമായ ബോധ്യം വായനയും എഴുത്തും മനുഷ്യനെ സംസ്കരിച്ചെടുക്കുന്നു എന്ന് ഉള്ളതാണ്. ഒരു പെണ്ണിന്റെ, ഒരു സ്ത്രീയുടെ അതിജീവനത്തിന്റെ കഥയാണ് ഈ നോവൽ എന്നാണ് ഞാൻ പ്രസാധകന്റെ പുസ്തക പരിചയത്തിൽ നിന്നും അതുപോലെ തന്നെ നോവലിസ്റ്റിനോട് വർത്തമാനം പറഞ്ഞപ്പോഴും ഒക്കെ എനിക്ക് തോന്നിയത്. അതൊരു പുതിയ സബ്ജക്റ്റ് അല്ലെങ്കിലും ഒരു പുതിയ വിഷയമല്ലെങ്കിലും ആ വിഷയത്തിന്റെ അവതരണ ശൈലി കൊണ്ട് ഈ നോവൽ വേറിട്ട് നിൽക്കുന്നു എന്നാണ് പ്രസാധകൻ നമ്മോട് പറയുന്നത്. പ്രവാചകൻ തിരുമേനിയോട് അറേബ്യയുടെ ചരിത്ര മുഹമ്മദ് നബിയോട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ശത്രുപക്ഷത്തിന്റെ പീഡനങ്ങൾ കൊണ്ട് പ്രയാസകരമായ ബന്ധപ്പെട്ടപ്പോ, വലിയ കൊടിയ പീഡനങ്ങൾ ഉണ്ടായപ്പോ പ്രവാചകനോട് ഒരു അനുരാഗി ചോദിക്കുന്നുണ്ട്, എന്നാണ് ഈ കൊടിയ പീഡനങ്ങൾക്ക് അവസാനം ഉണ്ടാവുക, എന്നാണ് ഞങ്ങൾക്ക് സമാധാനത്തോടു കൂടി ജീവിക്കാൻ കഴിയുക? ആ ചോദ്യത്തിൽ എവിടെയും പെണ്ണിനെ നിങ്ങൾക്ക് കാണാൻ സാധ്യമല്ല. പ്രവാചകൻ ഇങ്ങനെ തെരുവിലേക്ക് ചൂണ്ടിയിട്ട് പറഞ്ഞു, ഈ തെരുവിലൂടെ ഒരു പെണ്ണ് ഒറ്റക്ക് നടന്നു പോകുന്ന ഒരു കാലം വരും എന്നാണ് ആ ചോദ്യത്തിന് മറുപടിയായി പ്രവാചകൻ പറഞ്ഞത്. ചോദ്യത്തിൽ പെണ്ണില്ല, പക്ഷേ പ്രവാചകൻ ഉദ്ദേശിച്ചത് പെണ്ണിന് ഒറ്റക്ക് നടന്നു പോകാൻ മക്കയുടെ തെരുവിലൂടെ സ്വതന്ത്രമായി വളരെ സ്നേഹത്തോടെ മാന്യമായി നടന്നു പോകാൻ കഴിയുന്ന ഒരു കാലം, സംസ്കാര സമ്പന്നതയുടെ ഒരു കാലമാണ് എന്ന സന്ദേശമാണ് ആ മറുപടിയിൽ പ്രവാചകൻ മുന്നോട്ട് വെക്കുന്നത്. പെണ്ണിനോട് ഒരു സമൂഹം കാണിക്കുന്ന അതിന്റെ സമീപനം, അവർക്ക് നൽകുന്ന ആദരം, അവരെ പരിഗണിക്കുന്ന രീതി, ആ രീതി ഒരു സമൂഹത്തിന്റെ സ്വീകരിക്കപ്പെട്ടതാണ്. അതുകൊണ്ട് അതിജീവനത്തിന്റെ കഥ പറയുന്ന അങ്ങനെ ഒരു വർത്തമാനം എന്ന ഒരു നോവൽ കൂടിയാണ് ഈ നോവൽ എന്നാണ് പ്രസാധകൻ ഇവിടെ പറഞ്ഞവസാനിപ്പിച്ചത്. ഞാനതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും
പോകുന്നില്ല. ജീവിതത്തിന്റെ അതികഠിനമായ പരീക്ഷണങ്ങളെ അതിജീവിച്ചു വന്ന ഒരാളാണ് നമ്മുടെ ഏറ്റവും പ്രിയങ്കരിയായ ശില്പ എന്ന് പലർക്കും അറിയാമായിരിക്കാം, ഇല്ലെങ്കിൽ അറിയുന്നവരും അറിയാത്തവരും ഒക്കെ ഉണ്ടാകാം. ഞാൻ ചോദിച്ചു, നിങ്ങൾ എത്ര കാലം കൊണ്ടാണ് ഈ നോവൽ എഴുതി തീർത്തത്? എന്നോട് പറഞ്ഞത് 2 വർഷക്കാലം കൊണ്ടാണ് ഞാൻ ഇത് എഴുതാൻ ആരംഭിച്ചത്, പൂർത്തീകരിച്ചത് എന്നാണ്. ജീവിതത്തിന്റെ ഏറ്റവും കഠിനമായ ഘട്ടങ്ങളെയെല്ലാം കരുത്തുകൊണ്ട്, എന്ത് കരുത്തുകൊണ്ട്? മനക്കരുത്തുകൊണ്ട്, കൂടെയുള്ളവരുടെ സഹായം കൊണ്ട് അതിജീവിച്ചു വന്ന കാദംബരി ഒരു പെണ്ണിന്റെ അതിജീവനത്തിന്റെ കഥ പറയാൻ യോഗ്യയാണ് എന്ന് നമുക്ക് ഈ സന്ദർഭത്തിൽ ഏറെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് പറയുവാൻ വേണ്ടി കഴിയും. തൻ്റെ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ, തൻ്റെ ജീവിത പരിസരങ്ങളുടെ പശ്ചാത്തലത്തിൽ, തൻ്റെ ജീവിതത്തിൽ കടന്നുപോയ വൈകാരികമായ നിമിഷങ്ങളുടെ പശ്ചാത്തലത്തിൽ അനുഭവം എഴുത്തായി മാറുമ്പോൾ അത് ഏറെ ഹൃദ്യമായി നമുക്ക് സ്വീകരിക്കാൻ കഴിയുന്ന ഒന്നാണ്. ഞാൻ ഒരുപാട് നീട്ടിപ്പരത്തി പറയുന്നില്ല. ഈ ചടങ്ങിന് അധ്യക്ഷൻ എന്നുള്ള നിലക്ക് ഏറെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് ആശംസകൾ അറിയിക്കുന്നു. ഇവിടെ അവരെ പഠിപ്പിച്ച വിൻസെന്റ് മാഷ് ഇവിടെ ഈ സദസ്സിൽ ഇരിക്കുന്നുണ്ട് എന്നാണ് കാദംബരി പറയുന്നത്. അദ്ദേഹം ഈ ചടങ്ങിന് ഒരു 2 വാക്ക് ആശംസ അറിയിക്കും. അതിനുവേണ്ടി അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, സുഹൃത്തുക്കളെ, ഇങ്ങനെ ഒരു നോവൽ പ്രകാശിപ്പിക്കുന്നുണ്ടെന്ന് കഴിഞ്ഞ ദിവസം കോളേജിൽ വെച്ചിട്ട് ജോയ്പോൾ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ വരുന്നുണ്ട്, എന്നെ വിളിച്ചിരുന്നു, 1-2 തവണ വിളിച്ചു. സത്യത്തിൽ പുസ്തകം ഞാൻ വായിച്ചിട്ടില്ല. എന്തായാലും ഞാൻ കേട്ടിടത്തോളം പുസ്തകം 250 രൂപ കൊടുത്ത് വാങ്ങിച്ചിട്ട് തന്നെ വായിക്കാമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. ഇതിനു മുമ്പ് അധ്യക്ഷൻ പറഞ്ഞ പോലെ നമ്മുടെ സാംസ്കാരികത്തിൻ്റെ ഒരു ചിഹ്നം സ്ത്രീകളെയും കുട്ടികളെയും എങ്ങനെ മാനിക്കുന്നു എന്നതാണ്. ഒരു പെൺകുട്ടിയുടെ സ്ത്രീയുടെ അതിജീവനത്തിൻ്റെ കഥ പറയുന്ന ഈ നോവൽ കേട്ടിടത്തോളം വായിക്കണമെന്ന് എനിക്ക് തോന്നി. ഞാനിവിടെ വരാൻ കുറച്ച് വൈകിയത് സത്യത്തിൽ ഇന്ന് ഞങ്ങളുടെ ഒരു ഗുരുനാഥൻ്റെ ഒരു പുസ്തക പ്രകാശനമല്ല, അതിനെക്കുറിച്ച് ഡോക്ടർ S.K. വസന്തൻ്റെ കാലം സാക്ഷി എന്നൊരു നോവലിനെ കുറിച്ച് ഇതുപോലെ ഒരു ചടങ്ങ് 4 മണിക്ക് ഇവിടെ ചേറൂർ സാഹചര്യത്തിലുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ജോയിയേട്ടനും വരാൻ വൈകിയത്. അത് കഴിഞ്ഞേ ഉള്ളൂ. ആ പുസ്തകത്തെക്കുറിച്ചുള്ള ഈ പ്രഭാഷണവും ചർച്ചയൊക്കെ കഴിഞ്ഞിട്ട് വരുന്നവരാണ്. എങ്കിലും ഞങ്ങളുടെ ഒരു വിദ്യാർത്ഥി കാദംബരി എഴുതിയ ജാനകി എന്ന നോവൽ, അതിനെക്കുറിച്ച് കഥ എന്താണ് പറഞ്ഞത്, ജോയ്പോൾ എന്താ പറഞ്ഞത് ഞാൻ കേട്ടില്ല. ഇവിടെ 1-2 പേര് പറയുന്നത് മാത്രമേ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളൂ. എങ്കിലും ഞങ്ങളുടെ സ്ഥാപനത്തിലെ ഒരു വിദ്യാർത്ഥി ഒരു നോവൽ എഴുതുകയും അത് പ്രകാശിപ്പിക്കുകയും ചെയ്യുന്ന ഈ വേളയിൽ വളരെ സന്തോഷമുണ്ട്. കാരണം ഇപ്പോൾ ഫേസ്ബുക്കും വാട്സപ്പും ഡിജിറ്റൽ വേൾഡിലാണ്. ഇപ്പം തന്നെ ഇവിടെ ഇരിക്കുന്നതിൽ ചെറുപ്പക്കാർ വളരെ കുറവാണ്. ഞങ്ങൾ അവിടുത്തെ വേദിയിലും വളരെ ഒരു 40 വയസ്സിൽ കൂടുതലുള്ളവർ അല്ലെങ്കിൽ 50 വയസ്സിൽ കൂടുതലുള്ളവരാണ് ഈ ചേറൂർ സാഹിതിയിലുള്ളത്. കൂടുതൽ കുട്ടികൾ ന്യൂജൻ ഡിജിറ്റൽ വേൾഡിലേക്ക് മാറുന്ന ഒരു കാലഘട്ടമാണ്. ഇപ്പോൾ വീട്ടിൽ പേപ്പർ വരുത്തുന്നുണ്ടെങ്കിൽ പിള്ളേരൊന്നും പേപ്പർ വായിക്കുക, ന്യൂസ് പേപ്പർ പോലും വായിക്കുന്ന ഒരു കാലഘട്ടം മാറുകയാണ്. മൊബൈലാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിനോദം. സത്യത്തിൽ ഞാനും കുറെ കാലത്തിലേക്ക് വരുന്നത് വായന ഒരു നല്ല മാനസികോല്ലാസവും പ്രിന്റ് ചെയ്ത ബുക്ക് വാങ്ങിച്ച് വായിക്കുന്ന ശീലം നമ്മളെല്ലാവരും, ഇത് ഇവിടെ പ്രസാദകൻ പറഞ്ഞത് ഇവിടുത്തെ ആശങ്ക പറഞ്ഞു, പുസ്തകം ചിലവായില്ലെങ്കിൽ നഷ്ടമാണ്, അത് വിറ്റഴിക്കുന്നത് ഭയങ്കര റിസ്ക്കിയാണ്. കാരണം പലരും ഇതുപോലെയുള്ള ബുക്ക് ഇറങ്ങുന്നത് എഴുത്തുകാരൻ തന്നെ കയ്യിൽ നിന്ന് കാശ് മുടക്കിയിട്ട് ഇറക്കുന്ന പരിപാടിയാണ് പൊതുവെ. കാരണം ഇത് ഞങ്ങൾ തന്നെ ചില ബുക്ക് ഇറങ്ങിയിട്ട് പെട്ടിട്ടുണ്ട്. ഞങ്ങൾ പുസ്തകം പബ്ലിഷ് ചെയ്യുന്നവരാണ് മലയാള പഠന കേന്ദ്രം. അപ്പോൾ അത് ചിലവായിട്ടില്ലെങ്കിൽ പിന്നെ പേപ്പറിന് പോലും കൊള്ളില്ല. വളരെ റിസ്ക് ഉള്ളൊരു പരിപാടിയാണ് ഒരു നോവൽ എഴുതി ക്ലിക്കാകുക എന്നുള്ളത്. എന്തായാലും ഇങ്ങനെ എഴുതുകയും ഇവിടെ വെച്ച് ഇങ്ങനെ ഒരു പ്രകാശനം നടത്താനുള്ള ആ ഒരു ചങ്കൂറ്റം കാണിച്ച പ്രസാധകരെയും എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി ഞാൻ ഹൃദയം നിറഞ്ഞ ആശംസകൾ. നോവലിലെ എല്ലാവിധ പതിപ്പുകൾ ഇറങ്ങട്ടെ എന്ന് ആശംസിക്കുന്നു.
പ്രസാദകൻ പറഞ്ഞതിന് ഞാനും കൂടി ആവർത്തിക്കുകയാണ്. എല്ലാവരും പണം കൊടുത്ത് വാങ്ങി, ഞാൻ ജോയ്പോളിൻ്റെ അടുത്തത് വാങ്ങി വായിക്കാമെന്ന് വിചാരിച്ചത് കേട്ടോ. എല്ലാവരും കാശ് കൊടുത്ത് 250 രൂപയാണ് അദ്ദേഹം പറഞ്ഞ പോലെ അത്രയോ പൈസ. അപ്പൊ ഒരു സിനിമ കാണണമെങ്കിൽ തന്നെ 200 രൂപയൊക്കെ ആവും ഷോപ്പിൽ പോയി, സിറ്റി പോയി കാണണമെങ്കിൽ. അപ്പൊ ഒരു പുസ്തകം വാങ്ങിക്കുക, വാങ്ങുക, വായിക്കുക, ആനന്ദിക്കുക. ഓക്കെ. ഈ സദസ്സിൽ നിൽക്കുന്നവർ നമ്മളെല്ലാവരും കാദംബരിയുടെ പ്രിയപ്പെട്ടവരും പരസ്പരം സ്നേഹിക്കുന്നവരുമൊക്കെയാണ്. നമ്മളിങ്ങനെ കൂടിയിരിക്കുന്ന ഇടങ്ങൾ കുറഞ്ഞു വരുന്നൊരു കാലത്താണ് ഈ ഒരു പുസ്തക പ്രകാശനത്തിൻ്റെ ഈ മനോഹരമായ സായാഹ്നത്തിൽ നമ്മളിങ്ങനെ ഇരിക്കുന്നത്. നിങ്ങളിൽ ആർക്കെങ്കിലും ഈ ചടങ്ങിന് ആശംസ പറയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, ആരെങ്കിലും ഈ ചടങ്ങിനകത്ത് പങ്കെടുക്കുന്നവർ ആരെങ്കിലും ഈ ആശംസകൾ അർപ്പിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ, ഈ നോവലിൻ്റെ പശ്ചാത്തലത്തിൽ അവരോടുള്ള ബന്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു 2 മിനിറ്റ് സമയം അതിനെടുക്കണമെന്ന് പിന്നെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വന്ന് ഈ ചടങ്ങിൽ ഒരു ആശംസ അർപ്പിക്കാം. ഏതായാലും ഈ പുസ്തകം സമർപ്പിച്ചിട്ടുള്ളത് അവരുടെ ഭർത്താവ് വേദിയിലെയും സദസ്സിലെയും മാന്യ സുഹൃത്തുക്കളെ, ശില്പ എൻ്റെ ഇളയച്ചൻ്റെ മകളാണ്. അപ്പൊ ഈ നോവൽ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, ശില്പ, ഹൗ ഇറ്റ് ഹാപ്പൻ? ഐ നെവർ തോട്ട് ദാറ്റ് യു വിൽ ബിക്കം എ നോവലിസ്റ്റ്. പക്ഷേ ശില്പയുടെ നോവലിനെ കുറിച്ച് മാഷ് വളരെ ഭംഗിയായിട്ട് പറഞ്ഞു. അതിനേക്കാളും ആധികാരികമായിട്ട് പ്രസാധകൻ പറഞ്ഞു. ഞാൻ ഇങ്ങനത്തെ ഒരു പ്രസാധകൻ ആദ്യമായിട്ട് കാണാം. കാരണം ഒരു PK രാജശേഖരൻ ഒരു പുസ്തകം വായിച്ച് പ്രതികരിക്കുന്ന അത്രയ്ക്കും മനോഹരമായിട്ടാണ് പ്രസാധകൻ സംസാരിച്ചത്. മാഷും അതുപോലെ തന്നെ മറക്കാനാകാത്ത രീതിയിൽ അത് പ്രിയ ശിഷ്യയുടെ നോവലിസ്റ്റിനെ കുറിച്ച് പലപ്പോഴും പറയും അതിഗംഭീര നോവലൊന്നുമല്ല എന്ന് പറഞ്ഞിട്ടാണ് ഈ അവസ്ഥാവിശേഷത്തിനെ കുറിച്ച് സൂചിപ്പിക്കുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ കൂടുതൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് വളരെ സന്തോഷം തോന്നുന്നു ശില്പയുടെ ഈ വിജയത്തിൽ. ശില്പ ഈ പറഞ്ഞ പോലെ ഈ നോവൽ എഴുതാനുള്ള ഒരു ത്വരയുണ്ടെങ്കിൽ ഇറസിസ്റ്റബിളായിട്ട് നോവൽ വന്നുകൊണ്ടേയിരിക്കും. അതിനുവേണ്ടി നമ്മൾ നോവലെന്ന് പറയുമ്പോൾ നമ്മൾ കിട്ടാവുന്ന എല്ലാ ശേഖരങ്ങളും വായിച്ച് ഇതേവരെ മനുഷ്യവംശം നേടിയിട്ടുള്ള എല്ലാ അറിവും സിദ്ധാന്തങ്ങളും നമ്മുടേതാണ്. നമ്മൾ ആ പ്ലാറ്റ്ഫോമിൽ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. അവിടെ എല്ലാത്തിലും എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാം മനനം ചെയ്തുകൊണ്ട് ശില്പയെ പോലുള്ള, അല്ലെങ്കിൽ ഇവിടെ കാദംബരിയാണ്, ശില്പയെ പോലുള്ള ഒരു നോവലിസ്റ്റ് വീണ്ടും വീണ്ടും ഇത് ഗൗരവമായിട്ടെടുത്ത് ഉന്നതമായിട്ടുള്ള മൂല്യമുള്ള നോവലുകൾ ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. പിന്നെ അതിലേക്ക് സമയത്ത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. എവിടെ ചാവക്കാടാണ്. ഞാനും ഒരു അഭിഭാഷകനാണ്. 54 കൊല്ലമായിട്ട് തൃശ്ശൂരിൽ ഇപ്പം മറ്റേ കേരളത്തിലൊക്കെ പല സ്ഥലം പോയിരുന്നു. അഭിഭാഷകനാണ്. ആ അഭിഭാഷക വൃത്തിയിൽ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ വാസ്തവം പറഞ്ഞാൽ നോവൽ എഴുതാവുന്നതാണ്. പക്ഷെ നോവൽ എഴുതുന്നതിനെ കഴിവ് വേണം. ഞാനത് നോവലിൻ്റെ അതിൻ്റെ സാഹിത്യ ഭംഗി കിട്ടി നമ്മൾ മറ്റു രീതിയിൽ മറ്റു രീതിയിൽ വെറും അനുഭവങ്ങളാക്കി ഞാനിപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഞാൻ കൂടുതൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. എല്ലാവർക്കും, ഷിബുവിനും ശില്പയ്ക്കും സമദിനും മാഷിനും, കാരണം അത് ആദ്യമായിട്ടാണ് ഞാൻ ഇത്ര ഭംഗിയായിട്ടുള്ള പ്രസംഗങ്ങൾ കേൾക്കുന്നത്. അത്ര വലിയ പ്രാസംഗികരായിട്ട് മാഷെ ഞാൻ കേട്ടിട്ടില്ല. പക്ഷെ അതിഗംഭീരമായിട്ട് മാഷക്ക് പ്രസംഗിക്കാൻ പറ്റി. പ്രസാധകനെ കുറിച്ച് ഞാൻ പറഞ്ഞു, ഇങ്ങനെയും ഒരു പ്രസാധകനോ?
എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഈ പുസ്തകം സമർപ്പിച്ചിട്ടുള്ളത് അവരുടെ ഭർത്താവിനാണ്. അദ്ദേഹം 2 വാക്ക് ഈ ചടങ്ങിനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കും. നമസ്കാരം എല്ലാവരും. ഈ വേദിയിൽ ഇരിക്കുന്ന എല്ലാ റെസ്പെക്റ്റഡ് ഗസ്റ്റ്, അവരെ പിന്നെ വന്നവരൊക്കെ എല്ലാവർക്കും നന്ദി. ഞാൻ സംസാരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എൻ്റെ ഭാഷ കുറച്ച് വ്യത്യാസമുണ്ട്. അതുകൊണ്ട് ഞാൻ സംസാരിക്കില്ല എന്നൊക്കെ പറഞ്ഞതാണ്. എന്നാലും നിങ്ങളൊക്കെ ഇത്ര പറഞ്ഞപ്പോൾ ഞാനും എന്തെങ്കിലുമൊക്കെ പറയണം. ശില്പ ഇത് എഴുതിയതിൽ എനിക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. പിന്നെ ശില്പ ഇതിനേക്കാളും മുന്നേ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് അറിയുമെന്നറിയില്ല. അത് ഇംഗ്ലീഷിലാണ്. അതും നിങ്ങൾ വായിക്കണം. അത് കുറച്ച് ഷോർട്ട് സ്റ്റോറീസ് ഉള്ളതാണ്. 5 ഷോർട്ട് സ്റ്റോറീസ് ഉള്ളതാണ്. ഈ പുസ്തകം ഞാൻ ശില്പ എഴുതണമെന്നും പറഞ്ഞു. എന്താണ് എഴുതിയിരിക്കുന്നത് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. പക്ഷെ ഇനിയിപ്പോൾ എനിക്ക് ശരിക്കും മലയാളം വായിക്കാൻ അറിയില്ല. എന്നാലും ആരെങ്കിലും ഞാൻ പറഞ്ഞിട്ട് വായിപ്പിക്കും. എന്നിട്ട് ഇപ്പോൾ ജിന്നു പറഞ്ഞപ്പോൾ എനിക്കത് അല്ല, ജിന്നു പറഞ്ഞപ്പോൾ എനിക്ക് അത് വായിക്കണം എന്നുണ്ട്. അത്ര നന്നായിട്ട് ജിന്നു അതിനെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇനി ഒന്നും കൂടിയും എല്ലാവരും വന്നതിൽ നന്ദി. താങ്ക് യു. നമ്മുടെ ചടങ്ങ് അവസാനിക്കുകയാണ്. ഈ ചടങ്ങിന് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മളുടെ വർത്തമാനങ്ങൾക്ക് പിന്നെ മറുമൊഴി രേഖപ്പെടുത്തുന്നതിന് വേണ്ടി ആദരണീയയായ നമ്മുടെ ഏറെ പ്രിയങ്കരിയായ ശ്രീ കാദംബരിയെ സാദരം ക്ഷണിക്കുന്നു. നമസ്കാരം. ആദ്യമായി ജാനകി എന്ന എൻ്റെ ഈ നോവലിൻ്റെ പ്രകാശനത്തിനായി ഇവിടെ എത്തിച്ചേർന്ന എൻ്റെ പ്രിയ അധ്യാപകൻ ജോയ് പോൾ മാഷിന് ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. മാത്രമല്ല, ഒരുപാട് തിരക്കുകൾക്കിടയിലും ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന അഡ്വക്കേറ്റ് കെ സമദിന് ഞാൻ എൻ്റെ പ്രത്യേകമായ നന്ദി രേഖപ്പെടുത്തുന്നു. ഞാൻ ഒരുപാട് താലോലിച്ചു നടന്നിരുന്ന എൻ്റെ ഈ സ്വപ്നം സാക്ഷാത്കരിക്കുവാൻ എന്നെ സഹായിച്ച ജിനുവിനും പ്രതിനിധികൾക്കും ഞാൻ ഒരുപാട് എൻ്റെ കൃതജ്ഞത അറിയിക്കുന്നു. എന്നും എനിക്ക് താങ്ങും തണലുമായി നിന്നിട്ടുള്ള എൻ്റെ പൊന്നനുജൻ മനുവിനും എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ ഭർത്താവിനും മക്കൾക്കും ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ വിശിഷ്ടാതിഥികൾക്കും എൻ്റെ സഹപാഠികൾക്കും അധ്യാപകർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. ചടങ്ങ് അവസാനിച്ചതായി അറിയിക്കുന്നു.